സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ പ്രത്യേകാൽ ബഹുമാന്യ കർത്തൃദാസന് സ്തോത്രം പാസ്റ്റർ വർഗീസ് അവർകൾ. അദ്ദേഹത്തെ എനിക്ക് മുൻ പരിചയമില്ലെങ്കിലും എന്നെ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ മെസ്സേജിനായിട്ട് എന്നെ വിളിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ദൈവം സ്തോത്രം വലിയ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്ത നിർവർത്തീകരണം നടത്തുവാൻ ദൈവം വിശ്വസ്തനായിരിക്കുന്നുവെന്ന് ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃദാസന്റെ ജീവിതത്തിൽ ദൈവം ഹല്ലേലൂയ അത്ഭുതാപകമായ സ്തോത്രം ചില പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ പോകുന്നു. അത് വിശ്വസിച്ചാട്ട് ദൈവ സ്തോത്രം ഒരു മുഖവുരയും കൂടാതെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു സ്തോത്രം. എപ്പോഴാണ് സ്തോത്രം ദൈവം പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ദൈവം നമ്മെ സന്ദർശിക്കുന്നത്? എങ്ങനെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്? ഹല്ലേലൂയ. അനേകർക്കും അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ല. കാലം ഇത്രയൊക്കെ ആയെങ്കിലും പലപ്പോഴും പലർക്കും അത് അറിയുകയില്ല. പലരും വിചാരിക്കുന്നു, എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? എന്നോട് ദൈവം സംസാരിക്കുമോ? ഇതൊക്കെ ഡൗട്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പേര് പാസ്റ്റർ സജികുമാർ വട്ടപ്പാറ എന്നാണ്. ഞാൻ തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശിയാണ്. അതുകൊണ്ടാണ് ആ പേര് ഉള്ളത് സ്തോത്രം. പാസ്റ്റർ സജികുമാർ വട്ടപ്പാറ. ഞാൻ ഇപ്പോൾ ചെന്നൈയിലായിരിക്കുന്നു. ഇപ്പോൾ മെസ്സേജ് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നല്ല, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് നിങ്ങളോട് സ്തോത്രം ദൈവത്തിൻ്റെ തിരുവചനം സംസാരിക്കാനായിട്ട് ഞാൻ ഈ സൂമിൽ കടന്നു വന്നിട്ടുള്ളത്. സ്തോത്രം. കേൾക്കുന്നു, എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാമോ? ഹല്ലേലൂയ സ്തോത്രം. കേൾക്കുന്നവരെല്ലാം കരവ് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. വളരെ ശക്തമായ ഒരു അഭിഷേകത്തിൽ ഞാൻ ഇരിക്കുകയാണ് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം എൻ്റെ മേൽ അതിശക്തമായി സ്തോത്രം ഹല്ലേലൂയ ചില ഹല്ലേലൂയ ഫോഴ്സ്ഫുള്ളി ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഹല്ലേലൂയ പ്രസ്താവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും വളരെ താല്പര്യത്തോടെ വളരെ പ്രാർത്ഥനയോടെ മനുഷ്യരെയൊക്കെ മറക്കുക, സാഹചര്യങ്ങളെ മറക്കുക, ചുറ്റുപാടുകളെ മറക്കുക. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഈ വർഷത്തിന്റെ അവസാനത്തെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആരംഭ ദിവസമാണ്. ആരംഭത്തിൽ തന്നെ അവസാനത്തെ കുറിച്ച് അരുളി ചെയ്യുന്ന മഹാകർത്താവ് നമ്മുടെ മുമ്പാകെ എഴുന്നരുളിയിരിക്കുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് കടന്നു വന്നിരിക്കുക. അവിടുത്തെ ശക്തി നമ്മുടെ മേൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം പകരുകയാണ് സ്തോത്രം. ഞാൻ എന്നെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ സജികുമാർ വട്ടപ്പാറ സ്തോത്രം. ഞാൻ ചെന്നൈയില് ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു സ്തോത്രം. ഞാൻ ന്യൂൻഡിയ ചർച്ചക്കോടിന്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. എന്നാൽ സ്തോത്രം ദൈവം എന്നോട് ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ മറ്റൊരു തലത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടാതെ അതെല്ലാം വിട്ട് സ്തോത്രം ഗ്രാമസുവിശേഷീകരണങ്ങളിൽ ശ്രദ്ധയൂന്നി സ്തോത്രം ഗ്രാമത്തിലും പട്ടണത്തിലും ഒക്കെ സ്തോത്രം സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ കർത്താവിൻ്റെ വചനം പ്രസ്താവിപ്പാൻ ഏറെ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു. അത് മാത്രമല്ല, ദൈവം അയക്കുന്നിടത്തെല്ലാം എവിടെയെല്ലാം കർത്താവിൻ്റെ വചനമായിട്ട് അയക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാൻ സന്തോഷവും ധൈര്യമുള്ളവനായി സ്തോത്രം കടന്നു വരുന്നു. എനിക്ക് 2 മക്കൾ, ഭാര്യ സ്തോത്രം. എൻ്റെ 2 മക്കളും അവർ കർത്താവിൻ്റെ വേലയിൽ സ്തോത്രം പ്രയോജനപ്പെടുന്നു. മൂത്ത മകളും കുടുംബവും എൻ്റെ മകൻ പാസ്റ്ററാണ്. അതായത് മൂത്ത മകളുടെ ഭർത്താവ് പാസ്റ്ററാണ്, AG-യിലെ പാസ്റ്ററാണ്. അവർ ബാംഗ്ലൂരിൽ സെറ്റിലാണ്. എൻ്റെ 2ാമത്തെ മകൾ ബാംഗ്ലൂർ SABC-യിൽ സൗത്ത് ഏഷ്യ ബൈബിൾ സെമിനാരിയിൽ MD 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങളൊരു മിഷണറി കുടുംബമാണ് സ്തോത്രം. കർത്താവ് ഞങ്ങളെ വിളിച്ചു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലാണ്. കർത്താവല്ലാതെ മറ്റു ഹല്ലേലൂയ ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. മറ്റൊരു കാര്യങ്ങളിലെയും ഞങ്ങൾ ഏർപ്പെടുന്നവരല്ല സ്തോത്രം. എൻ്റെ മക്കളെയും ഞാൻ അപ്രകാരം തന്നെയാണ് അവരെ പഠിപ്പിച്ചത്. അവരും സമയമായപ്പോൾ കർത്താവിൻ്റെ വേലയിൽ പെൺമക്കളാണെങ്കിലും അവരും കർത്താവിൻ്റെ വേലയ്ക്കായി അവരുടെ ബുദ്ധിയും ദൈവം അവർക്ക് കൊടുത്ത കഴിവും ജ്ഞാനും ഒക്കെ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിടാതെ ദൈവ കാര്യങ്ങളിലേക്ക് സ്തോത്രം ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ കൃപയാൽ ദൈവം ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകാൽ ഹല്ലേലൂയ ഞങ്ങളുടെ ചെന്നൈയിൽ നിന്ന് സ്തോത്രം അന്നമ്മ മാത്യു എന്ന ബഹുമാന്യ കർത്തദാസി കടന്നു വന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബാക്കി ആരെയും എനിക്ക് അറിയില്ല. എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം സ്നേഹവന്ദനങ്ങളെ അറിയിച്ച് സ്വാഗതം ചെയ്യുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ രാത്രിയിൽ ദൈവം, ഈ സന്ധ്യയിൽ ദൈവം എന്നോട് സംസാരിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവരെ ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കാൻ പോകുകയാണ്. മനുഷ്യരുടെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വം തന്നെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ലഭിക്കുന്നത് ഓർത്ത് സ്തോത്രം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ഈ രാത്രിയിൽ
സ്തോത്രം നമ്മെ ഹല്ലേലൂയ അനുഗ്രഹിക്കാൻ പോകുന്നത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ സ്തോത്രം സിംഗപ്പൂരിൽ ആദ്യമായിട്ടല്ല സ്തോത്രം ഒരു മീറ്റിങ്ങിനായിട്ട് വരുന്നത്. സിംഗപ്പൂരിൽ മറ്റൊരു കൂട്ടായ്മ എന്നെ ഒരിക്കൽ വിളിക്കുകയും ഞാൻ അവിടെ നടുവിൽ സ്തോത്രം വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, ഒരു ചെറിയ പ്രാർത്ഥന മാത്രമല്ല, ഒരു വചനത്തിന് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ആ വിശ്വാസമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ ഈ സന്ദേശത്തിന് ദൈവത്താൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. അവർ സ്തോത്രം, അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എങ്ങനെ? അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അവർ സ്തോത്ര രോഗികളെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കിയാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ജീവിതത്തിൽ ഒന്നും അവസാനമല്ല, ഒന്നും ലാസ്റ്റ് അല്ല. എല്ലാം അവസാനിച്ചു എന്ന് തുടങ്ങുന്ന ഇടത്ത്, എന്ന് ചിന്തിക്കുന്ന ഇടത്ത് നിന്നാണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇനി എൻ്റെ ഒരു പ്രത്യേകത കൂടെ പറയാം. ഓ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ നിങ്ങളെപ്പോലെ നടക്കുവാൻ കഴിവുള്ള ഒരാളല്ല. സ്തോത്രം. 2 ക്രച്ചസ് ഉപയോഗിച്ച് 2 വടിയിൽ നടക്കുന്ന ആളാണ്. പക്ഷേ അതെനിക്കൊരു തടസ്സമേ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കാനോ ദൈവവചനത്തെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പ്രസ്താവിക്കുവാൻ ഒരിക്കലും എനിക്ക് വടി തടസ്സമല്ല. മറിച്ച് ഇത് ദൈവത്തിന്റെ അത്ഭുതാത്മകമായ ദൈവകൃപയായിട്ട് ഞാൻ ഇതിനെ കാണുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഞാനൊരു കർത്താവിന്റെ വേലക്കാരനൊക്കെ ആയി തീർന്നത്. സ്തോത്ര. സാക്ഷ്യത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കൊരു വചനത്തിൽ നിന്ന് ആരംഭിക്കാം. സ്തോത്ര. അപ്പോസ്തലനായ പൗലോസ് ഒരു വചനഭാഗം പറയുന്നിടത്ത് നിന്ന് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ദൈവാത്മാവിൽ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവദാസന്മാരല്ല ദൈവത്തിന്റെ വചനം തരുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളെ നന്നായി അറിയുന്ന ദൈവം ഈ രാത്രിയിൽ നിങ്ങളോട് സംവദിക്കാൻ പോകുകയാണ്, നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്, നിങ്ങളോട് ആലോചനകൾ നൽകുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. അതുകൊണ്ട് സ്തോത്രം, വളരെ പ്രാർത്ഥനയോടെ, വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദിവസമാണ്. കാരണം ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തിയെ ആർക്കും തടയുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും അതിനെ എഴുന്നേൽപ്പാൻ സാധ്യമല്ല. ഒരു ശക്തികൾക്കും ലോകത്തിലെ ഒരു പവറിനും അതിനെ സ്തോത്രം തടയാൻ കഴിയുകയില്ല. അപ്പോൾ നമുക്ക് ആ വചനത്തിലേക്ക് വരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, അതിന്റെ സ്തോത്രം, അതിന്റെ വളരെ ശ്രദ്ധയോടെ ഈ വാക്യം വായിക്കണം. ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ, വചനം പ്രസ്താവിക്കുമ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. വളരെ സ്തോത്രം, ആദിയോട് അന്തം കണക്റ്റഡ് ആണ്. ആ കണക്റ്റഡ് ആകിയാൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ പേനയോ പെൻസിലോ ഒക്കെ കയ്യിലുള്ളവർ സ്തോത്രം ഈ വചനഭാഗങ്ങളൊക്കെ ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 1-ാമത്തെ ദിവസം അത് നോട്ട് ചെയ്തുകൊണ്ട് ഈ വർഷാന്ത്യത്തിൽ ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ അവിടേക്ക് കടന്നു അതിന്റെ 1-ാം അധ്യായം 24 29 വാക്യങ്ങളാണ് ഞാൻ അഡ്വാൻസ് ഒരു വാഗ്ദത്തമായിട്ട് തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. എന്താ വാഗ്ദത്തം? നോക്കൂ, വായിക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് എന്റെ ജഡത്തിൽക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം
മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ വചനം അണ്ടർലൈൻ ചെയ്യണം. 27-ാം വാക്യം, സ്തോത്രം, എന്നുള്ളത് തന്നെ. അങ്ങനെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിയും കൊണ്ട് അധ്വാനിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വളരെ ഗഹനമായ സ്തോത്രം ഒരു ചുമടിൽ പണ്ട് കാലത്ത്, ഹല്ലേലൂയ, സ്തോത്രം, അതായത് വളരെ വളരെ പണ്ട് കാലത്ത് ഇന്ത്യൻ സംസ്കാരത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ, സ്തോത്രം, എന്തെന്നറിയാമോ? ഒരു കൈയുടെ അകത്ത് ഒതുങ്ങുന്ന ചിമിഴ് പറഞ്ഞ ഡപ്പ, ഒരു ഡപ്പയ്ക്കകത്ത് ഒരു സാരി അവർ അടക്കി വെക്കുമായിരുന്നു. സ്തോത്രം. ഒരു വലിയ സാരി, 5-6 മീറ്റർ നീളമുള്ള ഒരു സാരി ചുരുട്ടിക്കൂട്ടി ഒരു കൈക്കുള്ളിൽ ഇരിക്കുന്ന ചിമിടിനകത്ത് ഉറപ്പിച്ച് അടച്ചു വെക്കുമായിരുന്നു. അങ്ങനെയുള്ള നെയ്ത്തുകാരും അങ്ങനെയുള്ള അത്ഭുതകരമായ കരകൗശല വിദ്യകളൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നോക്കൂ, ഈ അണ്ടകടാകത്തിൽ, ഈ കോസ്മോസിക് സ്തോത്രം, അനേക കാര്യങ്ങളെ ഒരുമിച്ച് ചോർത്ത് അടുക്കി അപ്പോസ്തലൻ ഇതിനകത്ത്, ഈ ചിമിടിനകത്തെന്ന പോലെ ഇവിടെ വെച്ചിരിക്കുക. സ്തോത്രം. ഞാൻ ആദ്യം മുതൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ ശ്രമിക്കണം. ഹല്ലേലൂയ. ഒരു കാന്തം ഇരുമ്പിനെ എങ്ങനെ പിടിച്ചെടുക്കുന്നു, അതുപോലെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വലിച്ചെടുക്കണം. ആ വലിച്ചെടുക്കുന്നവർക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയും, ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ പ്രാപിക്കാൻ കഴിയും, ദൈവിക മാറ്റങ്ങളെ ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, കൈമാറ്റം ചെയ്യപ്പെടുവാൻ കഴിയും. അതുകൊണ്ട്, ഹല്ലേലൂയ, നോക്കുക, ഈ വചനത്തിൽ പറയുകയാണ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. ഞങ്ങളുടെ ശുശ്രൂഷ എന്താണ്? ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്, ഹല്ലേലൂയ, ഞങ്ങളുടെ വചനഘോഷണമായിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന്. അതിനെ ഞാൻ കട്ടം അനുഭവിക്കുന്നു. അതിന്റെ കാരണമോ? വാട്ട് ഈസ് ദ റീസൺ? അതിന്റെ കാരണം, ഞാൻ കട്ടം അനുഭവിക്കുന്നതിന്റെ റീസൺ എന്താണ്? ഞാൻ കട്ടം അനുഭവിക്കുന്നതിന്റെ റീസൺ ദൈവത്തിന്റെ വചനമാണ്. ആ വചനം മുഖാന്തരം ഞാൻ കട്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ തികഞ്ഞവരായി തീരേണ്ടതിന്, നിങ്ങൾ പൂർണ്ണതയുള്ളവരായി തീരേണ്ടതിന് വചനഘോഷണം നടത്തുന്നു. അത് മാത്രമല്ല, ആരാണ് നിങ്ങൾ? ഹൂ ആർ യു? സ്തോത്രം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ഹല്ലേലൂയ. അപ്പോൾ, സ്തോത്രം, അതൊരു മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ സീക്രട്ട്. അതൊരു രഹസ്യമാണ്, അതൊരു പ്രാധാന്യമേറിയ കാര്യമാണ്. അത് പൂർവ്വകാലങ്ങളിൽ അനേകർക്കും അറിയുമായിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ ഞാൻ വരാം. നിങ്ങൾ ഒന്ന് കേൾക്കൂ. സ്തോത്രം. ശ്രദ്ധയോടെ എന്നെ ഒന്ന് കേൾക്കൂ. ഹല്ലേലൂയ. എങ്ങനെയാണ്? സ്തോത്രം. ഹല്ലേലൂയ. പൂർവ്വകാലങ്ങൾ, പണ്ട് കാലങ്ങളിൽ ആർക്ക്, അതായത് പഴയ നിയമപ്രകാരമുള്ള കാലത്ത്, അല്ലെങ്കിൽ പ്രവാചകന്മാർക്കോ മറ്റുള്ളവർക്കോ ഈ കാര്യങ്ങൾ അറിയുമായിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ സഭയുടെ മർമ്മം ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. സഭയുടെ മർമ്മം, ആ മർമ്മം, സ്തോത്രം, ആ വചനത്താൽ ഞാൻ കട്ടമനുഭവിക്കുന്നു. ഈ കാര്യങ്ങളൊന്നും അതൊരു മർമ്മമാണ്. അത് പൂർവ്വകാലങ്ങളിൽ അനേകർക്ക് അത് ലഭ്യമായിരുന്നില്ല. മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, അതിനാൽ ഞാൻ എന്ത് ചെയ്യാണ്? ക്രിസ്തുവിന് പകരമായി കഷ്ടം സഹിക്കുക. ക്രിസ്തു ഒന്ന് നിർത്തി വെച്ചിട്ട് പോയിടമുണ്ട്. അവിടെ തീർക്കാനുള്ള ഭാഗങ്ങൾ, പൂരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തു കഷ്ടം സഹിച്ചു, തന്റെ സഭയ്ക്ക് വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞു. ആ രക്തത്താൽ, സ്തോത്രം, തന്റെ സഭയാകുന്ന ശരീരത്തെ യേശു ക്രിസ്തു വീണ്ടെടുത്തു. ആ ശരീരത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന് പകരം ഞാൻ കഷ്ടം സഹിച്ചുകൊണ്ട് ജാതികളോട് വചനഘോഷണം നടത്തുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങൾ തികഞ്ഞവരായി നിൽക്കേണ്ടതിന്. ഹല്ലേലൂയ. നിങ്ങൾ തകർന്നു പോകാനല്ല, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനല്ല,
ഇല്ലാതെയായി പോകാനല്ല, ക്ഷീണിച്ചു പോകാനല്ല, ഭാരപ്പെട്ടു പോകാനല്ല, വേദനിക്കുവാനല്ല, മറിച്ച് കഷ്ടം സഹിച്ചുകൊണ്ട് ക്രിസ്തു ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യുകയാണ്, ഞാൻ നിൽക്കുകയാണ്. എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ പറ്റും? അങ്ങനെ സ്തോത്രം, എൻ്റെ ഈ ശുശ്രൂഷ ഫലമായി നിങ്ങൾ എപ്രകാരം നിൽക്കണം? ഹല്ലേലൂയ. അതിനോട് ചേർന്ന് ഒരു വാക്യങ്ങളുടെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് വേഗത്തിൽ പിടികെട്ടും. ആരാണ് ഈ തികഞ്ഞ മനുഷ്യൻ? നോക്കൂ, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെയും 7-ാമത്തെയും വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും ഹല്ലേലൂയ സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പീൻ. ഹല്ലേലൂയ. തികഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെയാണ്? വിശ്വാസത്താൽ ഉറച്ചു നിൽക്കുന്നവനായി. ഹല്ലേലൂയ. അവന് കിട്ടിയ ഉപദേശ സത്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കുന്നവനാണ്. അവൻ ആത്മീയമായി വേരൂന്നുന്നവനാണ്. അവൻ വേരില്ലാത്തവനല്ല. ഓ സ്തോത്രം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് വചനം സ്തോത്രം ഹല്ലേലൂയ വിതറുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു. ഓ സ്തോത്രം ഹല്ലേലൂയ. ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാം, അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. പാറസ്ഥലത്ത് വീണത് എങ്ങനെയാ? അതെന്ത് ചെയ്യാണ്? സ്തോത്രം, അത് ക്ഷണത്തിൽ വചനം കേട്ടു. ഹല്ലേലൂയ. വചനം മുഖാന്തരം ഞെരുക്കമോ ഉപദ്രവമോ വന്നപ്പോൾ അവരെല്ലാം വിട്ടിട്ട് പോയി. സ്തോത്രം. അതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, ഞെരുക്കങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുകയാണ്. ആ ഓടിപ്പോകുമ്പോൾ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, നിന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഓ സ്തോത്രം. യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വചനങ്ങൾ നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ശുദ്ധീകരിച്ച് അവനിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിച്ച് ഉന്നതന്മാരായി തീരേണ്ടതിന് ശ്രേഷ്ഠതയുള്ള മക്കളായി അവന്റെ ശക്തിയുള്ള മക്കളായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ വിധം ഉറപ്പുള്ളവർ ഒന്ന് സ്തോത്രം ചെയ്താട്ട്, ആ വിധം ഉറപ്പുള്ളവർ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. ഓ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഇതിനെ ഒരു പഴയ നിയമ ഭാഗം കൊണ്ട് ഒന്ന് സ്തോത്രം വിശദീകരിക്കാൻ പോകുകയാണ്. എല്ലാവരും എന്നോട് ചേർന്ന് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യം മുതൽ അവസാനം വരെ എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ആരും വിട്ടുപോകാതെ എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ, ഇത് എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയല്ല, ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചൊരു പ്രസംഗം നിങ്ങളോട് പ്രസംഗിക്കുകയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന വാക്യങ്ങളും വചനങ്ങളും ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇവിടെ നോക്കുക. ഹല്ലേലൂയ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന പോലെ ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കി ക്രിസ്തുവിൽ നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഏത് മനുഷ്യനെയും തികഞ്ഞവനായി ക്രിസ്തുവിൽ നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നമ്മുടെ അരികിലേക്ക് വരികയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ അറിയാമോ? സ്തോത്രം. പഴയ നിയമത്തിൽ സ്തോത്രം, പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രുവിലാണ്. അതുപോലെ ഗ്രീക്ക് എഴുതിയത് പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്കിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നേക്കാൾ അറിവുള്ളവരാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. സ്തോത്രം. അത് അപ്പോൾ നോക്കുക. ഹല്ലേലൂയ. ഈ ഹീബ്രുവിൽ നിന്ന് സ്തോത്രം ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്നറിയാമോ, ഒരു 50% ഭാഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയങ്ങൾ മുഴുവൻ കിട്ടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന അർത്ഥമല്ല ഹീബ്രുവിൽ സ്തോത്രം അതിന് കൊടുത്തിരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ ആഴമുണ്ട്, അതിന് വലിയ പരപ്പ. ഓ സ്തോത്രം. അതിന് ഭയങ്കര വിശാലതയാ, അത് ഉന്നതമായ ഹല്ലേലൂയ ശ്രേഷ്ഠതയാ. അത് മാത്രമല്ല, ഹീബ്രു എന്നത് ഓ സ്തോത്രം ദേവഭാഷയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഭാഷയാ. ആ ഭാഷയിലാണ് വചനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ആധുനിക ഹീബ്രുവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ആധുനിക ഹീബ്രു എഴുതിയ ആളും ജീവിതത്തിൽ ഒരു അത്ഭുതമാണ്. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഈ ആധുനിക ഹീബ്രുവിനൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് കാലത്ത്
പറയുന്നത് പഴയ കാലത്ത് അബ്രഹാം ആയിരുന്നു അതിന്റെ വ്യക്താവ്. അബ്രഹാമിലൂടെ ദൈവം അബ്രഹാമിനെ ഹല്ലേലൂയ സ്തോത്രം ഇവ്രി എന്നാ പറയുന്നത്, നദി കടന്ന് വന്നവൻ. എബ്രായന് പറയുന്നത് ഇവ്രി എന്നാ. ഹല്ലേലൂയ അബ്രഹാം ഒരു ഇവ്രി ആയിരുന്നു, നദി കടന്ന് വന്നവനായിരുന്നു. അവനെ നദി ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയുടെ അക്കരെ നിന്ന് ദൈവം വിളിച്ചു കൊണ്ടുവന്നു. അവന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അവനിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. ദൈവം ആ ഇവ്രിയിലൂടെ എബ്രായ ഭാഷയെ വെളിപ്പെടുത്തി. സ്തോത്രം. അതിന്റെ എബ്രായ ഭാഷയുടെ പിതാവെന്നും അബ്രഹാമിനെ നമുക്ക് വിളിക്കാം. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്ന പോലെ എബ്രായ ഭാഷയുടെ സ്തോത്രം പിതാവെന്നും അബ്രഹാമിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. സ്തോത്രം. നോക്കൂ. ഹല്ലേലൂയ. അപ്പൊ ഈ ഹീബ്രുവില് പറയുമ്പോൾ സ്തോത്രം കുറച്ചുകൂടി ആശയം വരും, ഇതിന്റെ അർത്ഥം വരും. ഹല്ലേലൂയ. അതിന്റെ ബലം വരും, അതിന്റെ ശക്തി വരും. മാത്രമല്ല ഈ ഹീബ്രുവിൽ ഒന്ന് പറയുമ്പോൾ അത് നിങ്ങളിലേക്ക് അങ്ങ് വ്യാപരിക്കും. രോഗിയായി കിടക്കുന്നതിന് മേൽ ശക്തിയായത് വരും. ഹല്ലേലൂയ. സ്തോത്രം. ബന്ധനത്തിൽ കിടക്കുന്നവന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തിയോടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. അത് ഏത് രാജ്യത്തിലിരുന്നാലും ഏത് ലോകത്തിലിരുന്നാലും എവിടെ ഇരുന്നാലും അത് അവിടേക്ക് ഇറങ്ങി വരും. അത് അത്ഭുതമാണ്. ഹല്ലേലൂയ. ഈ അത്ഭുതത്തെ വെളിപ്പെടുത്തുവാൻ ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് വരാം. ഈ സ്തോത്രം ഹീബ്രുവിനെ ഇന്നത്തെ നിലയിൽ ആക്കിയത് ആരാന്നറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. എലയാസർ ബെൻ യഹൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യനാ. എലയാസർ ബെൻ യഹൂദ. ഈ എലയാസർ ബെൻ യഹൂദയെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റർ കഥ പറയുകയല്ല. ഓർക്കുക. സ്തോത്രം. നോക്കുക. നിങ്ങളെ ഇന്ന് ഹല്ലേലൂയ ഒരു ദൗത്യത്തിനായി ദൈവത്തിന് ഉപയോഗിക്കുവാൻ ഉദ്ദേശമുണ്ട്. ദൈവം ഒരു പ്രവൃത്തി നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ ഉദ്ദേശമുണ്ട്. ആ പ്രവൃത്തി നമ്മിലേക്ക് വരികയാണെന്ന് ഓർത്തുകൊള്ളണം. അബ്രഹാമിലൂടെ ഈ എബ്രായ ഭാഷ വന്നു, എബ്രായ ബൈബിൾ ഉണ്ടായി, കാലങ്ങൾ കടന്നുപോയി, നൂറ്റാണ്ടുകൾ കടന്നുപോയി, യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ വരവുണ്ടായി. അന്നും ഈ എബ്രായ സ്തോത്രം ഹല്ലേലൂയ ബൈബിൾ ഉണ്ട്. എന്നാൽ അതിനു മുമ്പ് ഹല്ലേലൂയ എന്ത് സംഭവിച്ചെന്നറിയാമോ? യഹൂദന്മാർ ലോകത്തെല്ലായിടത്തും ചിതറിപ്പോയി. അവനവന്റെ ഭാഷ നഷ്ടപ്പെട്ടു, അവന്റെ സംസ്കാരം നഷ്ടപ്പെട്ടു, അവന്റെ ചിന്ത നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് അവൻ കടന്നുപോയി വീണ ദേശങ്ങളിലൊക്കെ അവൻ മുളച്ചു വന്നു. ഹല്ലേലൂയ. എങ്ങനെയാ? അവിടുത്തെ ഭാഷയിൽ. സ്തോത്രം. ഹല്ലേലൂയ. ഒരുവൻ സ്തോത്രം ജപ്പാനിലാണ് അവൻ പോയെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം അവൻ പാരീസിലാണ് ചെന്നതെങ്കിൽ അവിടുത്തെ ഭാഷയും അവിടുത്തെ സംസ്കാരവും ഒക്കെ അവന്റെ ജീവിതത്തിൽ വന്നു. അവൻ എബ്രായ ഭാഷയെല്ലാം മറന്നുപോയി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സ്തോത്രം പറയാമോ? എബ്രായ ഭാഷയൊക്കെ മറന്നുപോയി. സ്തോത്രം. എന്നാൽ കാലമായപ്പോൾ, സമയമായപ്പോ സ്തോത്രം ഇതൊരു സമയമാ. ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ പറയുക, ഇതൊരു സമയമാ. ഈ സ്തോത്രം വർഷത്തിന്റെ അവസാനം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി നടക്കത്തില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഒരു സെക്കൻഡ് മതി കേട്ടോ. ദൈവത്തിന് ഒരു നിമിഷം മതി കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടും. ഓർത്തുകൊള്ളുക. സ്തോത്രം. ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ജനനത്തിലെ അനാഥനായ മനുഷ്യൻ തന്റെ അമ്മാവന്മാരുടെ ഹല്ലേലൂയ കാരുണ്യത്തിലൊക്കെ വളർന്നു വന്നു. സ്തോത്രം. ഒരു യാഥാസ്ഥിക ഹല്ലേലൂയ സ്തോത്രം യഹൂദ കുടുംബത്തിൽ അവൻ ജനിച്ചു. അവന്റെ പേര് ഹല്ലേലൂയ എലയാസർ ബെൻ യഹൂദ എന്ന. ഈ എലയാസർ ബെൻ യഹൂദ ഹല്ലേലൂയ ആധുനിക ഹീബ്രുവിന്റെ പിതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവൻ സ്തോത്രം ജന്മനാൽ തന്നെ ക്ഷയരോഗം ബാധിച്ച മനുഷ്യനാ. ഇവൻ ഏത് സമയവും വലിച്ചു ചത്തുപോകുമെന്ന നിമിഷമായിരുന്നു, എന്ന സമയമായിരുന്നു. ഹല്ലേലൂയ. ഏത് നിമിഷവും ഇവൻ ചത്തുപോകാൻ. ഹല്ലേലൂയ. സ്തോത്രം. അവനെ കാണുന്നവരെല്ലാവരും ചിന്തിച്ചു ഇവൻ ഇപ്പോൾ മരിച്ചു പോകും, കാരണം ഇവൻ ക്ഷയരോഗിയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ ഒന്നിനായി വിളിച്ചുവെങ്കിൽ നീ വടിയേല് നടക്കാം. നീ സ്തോത്രം ഹല്ലേലൂയ രോഗിയായിരിക്കാം, ഹല്ലേലൂയ പ്രശ്നമായിരിക്കാം, ഹല്ലേലൂയ ഒന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഇത് ദൈവത്തിന്റെ വചനമാ. എന്റെ ഹല്ലേലൂയ കർത്തദാസനോട് പറയുകയാണ്, ഹല്ലേലൂയ വർഗീസ് പാസ്റ്ററോട് പറയുകയാണ്, സമയമൊന്നും കഴിഞ്ഞിട്ട് പോയിട്ടില്ല.
വാഗ്ദത്തം പ്രാപിക്കേണ്ട സമയങ്ങളാ. ഹല്ലേലൂയ സ്തോത്രം. കാന്തം പിടിച്ചെടുക്കുന്ന പോലെ തിരുവചനം പിടിച്ചെടുത്തുകൊള്ളുക. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കാൻ പോകുകയാണ്. ബെൻ യഹൂദ സ്തോത്രം ഈ എബ്രായ ഭാഷയെ ഒരുക്കിയെടുക്കേണ്ടതിന് ഹല്ലേലൂയ എന്ത് ചെയ്തു എന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു. ബെൻ യഹൂദയുടെ എല്ലാ ചരിത്രവും പറയാൻ എനിക്ക് സമയമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം ഈ ചെറുപ്രായത്തിൽ അനാഥനായി പിറന്ന ഈ മനുഷ്യനെ ദൈവം റഷ്യയിലൂടെ അവിടെ നിന്ന് ഇസ്രായേലിൽ കൊണ്ടുവന്ന് ഇന്ന് കാണുന്നതിന് മുമ്പ് 1800-കളിൽ ദൈവം 58 വയസ്സുവരെ ജീവിച്ചിരിക്കുവാൻ ഇട നൽകി. ക്ഷയരോഗം വന്നവ ഈ മനുഷ്യൻ ഏത് നിമിഷവും മരിക്കുമെന്ന് ജനങ്ങൾ വിധിയെഴുതി. അവന്റെ ജീവിതവും അങ്ങനെയായിരുന്നു. അവനെ വിവാഹം കഴിച്ച അവന്റെ ഭാര്യയുടെ മേൽ ഹല്ലേലൂയ ഈ ക്ഷയരോഗം പകർന്നിട്ട് അവൾ മരിച്ചുപോയി. സ്തോത്രം. പക്ഷെ അവൻ മരിച്ചില്ല. ഹല്ലേലൂയ. ഒരു സ്തോത്രം ചെയ്യാമോ? ഒരു സ്തോത്രം ചെയ്യാമോ? ലോകത്തിൽ അനേകർക്ക് വന്നത് നിനക്ക് വരത്തില്ല. ലോകത്തിൽ നിന്നെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത ദൈവം പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, നിന്റെ മേൽ ഹല്ലേലൂയ ഈ ദോഷം ഭവിക്കയില്ല, ഈ ബാധ നിന്റെ കൂടാരത്തിൽ വരത്തില്ല. സ്തോത്രം. കാരണം നിന്നെ പറ്റി ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കി നിർത്തുവാൻ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നിന്നിലൂടെ, നിന്റെ തലമുറയിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ സഭയിലൂടെ, നീ ഇരിക്കുന്ന ദേശത്തിലൂടെ ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസ് മാത്യുവിനോട് ദൈവം പറയുക, നിന്നിലൂടെ ചില ദൈവിക പദ്ധതികൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നീ ഇരിക്കുന്ന ദേശത്ത്, നീ ഇരിക്കുന്ന രാജ്യത്ത്, നീ ഇരിക്കുന്നത് എവിടെയാണെങ്കിലും ഹല്ലേലൂയ, അത് ഇന്ത്യയിലാകാം, മറ്റു ദേശങ്ങളിലാകാം, എവിടെയാകാം ഹല്ലേലൂയ, അവിടെ ദൈവത്തിന്റെ വിത്തുകൾ മുളപ്പിക്കുവാൻ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ ഹല്ലേലൂയ യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ ദൈവം പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, നിന്നെ പണിതെടുക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ മെസ്സേജ് ഇന്ന് അതിലേക്ക് വരികയാണ്. നോക്കൂ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെല്ലാം പ്രാർത്ഥനയോടിരിക്കണം. എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഈ സൂമിലൂടെ വിളിച്ചു പറയുകയൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ അതൊന്നും ഓർക്കണ്ട. ഹല്ലേലൂയ. ചില ഹിന്റുകൾ ഞാൻ തരും, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എല്ലാം പേഴ്സണലാ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് ഈ ഹിന്റുകൾ കേൾക്കുമ്പോൾ ഓർക്കുക സ്തോത്രം, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എത്ര പേർ പറയും ഈ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വരികയാണ്? ഹല്ലേലൂയ സ്തോത്രം. സാമിനോട് പറയുകയാണ് ഹല്ലേലൂയ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് വിശ്വാസമില്ല. ഹല്ലേലൂയ. നീ ഒരു വിശ്വാസിയായി തീരാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ വിശ്വാസം ഒന്ന് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ വിശ്വാസം, നീ അനേക രാജ്യങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടവന്. അതുകൊണ്ട് നിന്നെ ദൈവം തിരഞ്ഞെടുക്കുകയാ. ഹല്ലേലൂയ. എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ പറ്റും? എത്ര പേർക്കൊരു സ്തോത്രം പറയാൻ പറ്റും? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നോക്കൂ, ഈ ബെൻ യഹൂദ 58 വയസ്സ് വരെ ജീവിച്ചിരുന്നുകൊണ്ട് എബ്രായ ഭാഷയ്ക്ക് ഇന്ന് കാണുന്ന പോലെ കുത്തും കോമയും അതിന് സ്തോത്രം ഹല്ലേലൂയ അതിന് സ്തോത്രം അതിന് സ്വരങ്ങളും ഒക്കെ നൽകി അതിനെ നവീകരിച്ച് പുതിയ ഭാഷയാക്കി തീർത്തു. ആ ചരിത്രമൊക്കെ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പോയി പരതി കണ്ടെത്തിക്കൊള്ളുക. എലെയാസർ ബെൻ യഹൂദ എന്ന ഈ ആധുനിക ഹീബ്രുവിന്റെ പിതാവ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവികമായ ഒന്നാണോ? ഞാനിവിടെ ദൂത് തരിക. ദൈവികമായ ഒന്നാണോ? ദൈവത്തിന്റെ വിളിയാണോ? ദൈവത്തിന്റെ പ്രവൃത്തിയാണോ? അത് നശിച്ചു പോകുവാൻ ഒരിക്കലും ദൈവം സമ്മതിക്കുകയില്ല. അതിലൊരു ശേഷിപ്പുണ്ടാകും. ആ ശേഷിപ്പ് എഴുന്നേറ്റ് വരും. ദൈവിക അത്ഭുതം കാണുവാനിടയാകും. ഞാൻ നിങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മെസ്സേജിനിടയിൽ തന്നെ ദൈവാത്മാവിനെ ശക്തിയോടെ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ പകർന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് സമ്മതിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മണ്ഡലങ്ങൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ചില മണ്ഡലങ്ങൾ പുതുതായി രൂപപ്പെടട്ടെ. സ്തോത്രം. ചില കാര്യങ്ങൾ ഹല്ലേലൂയ പുതുതായി ഉളവാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ദൈവിക പദ്ധതികൾ വരിക. 58 വയസ്സ് വരെ ജീവിച്ചു. ചാകുമെന്ന് എഴുതി വെച്ചവൻ ഹല്ലേലൂയ ജീവിച്ചിരുന്നു.
സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇരമ്യാവിനെ കുറിച്ച് പറഞ്ഞു. ഇരമ്യാവ് ആരാ? ഇരമ്യാവ് ചെറു വയസ്സിലായി തന്നെ അവനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം പറയുന്നത്, സ്തോത്രം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉളവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഓ സ്തോത്രം. അവനെ ദൈവത്തിന്റെ വേലയ്ക്കായി വിളിച്ചു. അവൻ എന്താ പറഞ്ഞു? ഹല്ലേലൂയ. ആഹാ അദോണായി അവൻ പറഞ്ഞു. സ്തോത്രം. ആഹാ അദോണായി എന്ന് പറഞ്ഞാൽ അയ്യോ യഹോവേ. ഹല്ലേലൂയ. ആഹാ അദോണായി എന്ന് പറഞ്ഞാൽ ഹീബ്രുവാ. യഥാത്തി ദബർ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു യഥാത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദബർ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ശക്തിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ലോ യഥാത്തി എന്ന് പറഞ്ഞാൽ ഓ സ്തോത്രം, എനിക്ക് കഴിവില്ല. സ്തോത്രം. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് അറിയത്തില്ല, എനിക്ക് യോഗ്യതയില്ല. അവൻ പറഞ്ഞു എനിക്ക് സ്തോത്ര യോഗ്യതയില്ല. നാർ ആനോഖി. സ്തോത്രം. അയ്യോ യഹോവയെ. ഹല്ലേലൂയ. എനിക്ക് കഴിവില്ല. നിങ്ങൾ പറയുമായിരിക്കാം കഴിവില്ല. ഉടനെ ദൈവം അവിടെ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ ഭാഷയ്ക്കകത്ത് ഓ സ്തോത്രം അവൻ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. യഥാത്തി. ഓ സ്തോത്രം. ഹല്ലേലൂയ. ദബാർ. യഥാത്തി ദബാർ ആനോഖി നാർ. ഹല്ലേലൂയ. നാർ അനോഖി എന്ന് പറഞ്ഞാൽ നീ യുവാവാണ് എന്ന് പറയരുത്. അവിടെ ലോ എന്ന ഒരു പദം മാത്രം. ലോ എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല, അല്ലെങ്കിൽ നെഗറ്റീവ്, അത് ചേർത്തു. സ്തോത്രം. നീ പറയരുത്. ഇന്ന് നിങ്ങളോട് പറയുക, നിന്റെ മേൽ അത് വരികയില്ല എന്ന് നീ പറയരുത്. ഇത് സാധ്യമല്ലെന്ന് നീ പറയരുത്. ഹല്ലേലൂയ. കാരണം എന്റെ ദബാർ, എന്റെ വചനത്തെ ഞാൻ നിന്റെ നാവിന്മേൽ ആക്കി. നിന്റെ നാവിൽ ഇരിക്കുന്നത് എന്റെ വചനമാ. ഹല്ലേലൂയ. എന്റെ ശക്തിമത്തായ വചനമാ. അതിന് ചുമ്മാതെ എന്റെ അരികിലേക്ക് വരാൻ പറ്റത്തില്ല. അതിനൊരു ശക്തിയുണ്ട്, അതിനൊരു പവറുണ്ട്. ഹല്ലേലൂയ. ഈ വേർഡ് ഓഫ് ഗോഡിന്, ഹല്ലേലൂയ, ഈ ദൈവവചനത്തിന് ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു പവറുണ്ട്. അത് നിന്റെ കുടുംബത്തിനകത്തേക്ക് വരിക, നിന്റെ നാവിന്മേൽ അത് വരികയാ, നിന്റെ ജീവിതത്തിന്മേൽ അത് വരികയാ. ഹല്ലേലൂയ. അത് വെറുതെ എന്റെ അരികിലേക്ക് വരികയില്ല. പിന്നെയോ ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ദൈവം എന്താ പറയാ? നീ അങ്ങനൊന്നും പറയരുത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ ആരാണ്? ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവം അവനെ വിളിച്ചു. അവനോട് പറയുകയാണ്, ഓ സ്തോത്രം. ഹല്ലേലൂയ. ഓ ഇരമ്യാവിനോട് പറഞ്ഞു. ഇരമ്യാവ് വിളിച്ചു. ഇരമ്യാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇരമ്യാവ് വീപ്പിംഗ് പ്രോഫറ്റാ. ഒരു വീപ്പിംഗ് പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ കരയുന്ന പ്രവാചകൻ. ഹല്ലേലൂയ. അവനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, കരയുന്ന പ്രവാചകൻ. കാരണം ദൈവത്തിന്റെ വചനം ശക്തിയോട് അവന്റെ മേൽ അവന് കട്ടതയും ഒക്കെ അവനെ തേടി വന്നു. ഹല്ലേലൂയ. ഒരു സ്തോത്രം ചെയ്യാം. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ആദിയോട് അന്തം മെസ്സേജും സാക്ഷ്യവും എല്ലാം കണക്റ്റഡ് ആണെന്ന് ഓർക്കണം. സ്തോത്രം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ. ഹല്ലേലൂയ. ഓ സ്തോത്രം. ദൈവം അവനോട് പറഞ്ഞു, ആ ചെറുപ്രായത്തിലെ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ യുവാവ്. നാർ. ഹല്ലേലൂയ. യുവാവ്, യൗവനക്കാരൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ യൗവനക്കാരൻ, യുവാവ്. ഓ സ്തോത്രം. അല്ലെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ബാലൻ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാർ എന്ന് പറഞ്ഞാൽ ഞാൻ യോഗ്യനല്ലെന്ന. അയ്യോ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് യോഗ്യതയില്ല. നിങ്ങൾ പലരും പറഞ്ഞിട്ടില്ലേ, എനിക്ക് യോഗ്യതയില്ല കർത്താവേ, എനിക്ക് യോഗ്യതയില്ല. ഇന്നൊന്ന് സ്തോത്രം. കർത്താവ് പറയുക, ലോ. ഹല്ലേലൂയ. യഥാർത്ഥി. നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത്. നീ കഴിവില്ലാത്തവനെന്ന് പറയരുത്. നിന്നെ കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കുന്നത് എന്റെ വചനമാണ്. ഹല്ലേലൂയ. ഓ നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മകളെ ഉള്ളതാക്കി മാറ്റുന്നത് എന്റെ വചനമാണ്. നിന്നെ ശക്തീകരിക്കുന്നത് എന്റെ വചനമാണ്. ഞാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്കൊരു സന്തോഷമുണ്ട്. ഇത്രയും കേട്ടപ്പോഴെങ്കിലും സന്തോഷം വന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഓ സ്തോത്രം. ബെൻ യഹൂദായെ, എലയാസർ ബെൻ യഹൂദായെ ക്ഷയരോഗം ബാധിച്ചവനായി ദൈവം വിളിച്ചിട്ട് അവൻ മരിച്ചില്ല. അവനോട് കൂടെ കിടന്ന് അവന്റെ ഭാര്യ മരിച്ചുപോയി. പക്ഷേ അവൻ മരിച്ചില്ല. അവന്റെ മേലുള്ള ദൈവത്തിന്റെ ദൗത്യം നശിച്ചു പോയ, അല്ലെങ്കിൽ ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പോയ ഈ ഭാഷയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം.
സ്തോത്രം, ഇന്ന് രാത്രിയിൽ, ഇന്ന് സന്ധ്യയിൽ എന്നെ ഈ ഹല്ലേലൂയ സിംഗപ്പൂരിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയാമോ? ഞാൻ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് സിംഗപ്പൂരിൽ സംസാരിക്കുന്നത്. പക്ഷേ സ്തോത്രം നോക്കൂ, എന്തിനാ അയച്ചെന്നറിയാമോ? ചാവാറായ ശേഷിപ്പുകളെ സ്തോത്രം നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിളിക്കുന്ന, ഇല്ലാതെയായി പോയി എന്ന് പറയുന്ന വാഗ്ദത്തങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ, അതിനെ സാധിപ്പിക്കുവാൻ, അതിനെ വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ ദൈവം ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ അഭിഷേകത്തെ അയക്കുകയാണ്. ഹല്ലേലൂയ. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. നിങ്ങൾ സൂമിലായിരിക്കും കേൾക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന വീടിന്റെ ഉള്ളിൽ, നിങ്ങൾ ഇരിക്കുന്ന മുറിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ മക്കളില്ലാത്തവരായിരിക്കാം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കിടക്കയിലായിരിക്കാം, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലായിരിക്കാം, എവിടെ മരണകരമായ അവസ്ഥയിലായിരിക്കാം, ഒരു പക്ഷേ ഹോസ്പിറ്റൽ മുറിയുടെ ഉള്ളിലായിരിക്കാം. പക്ഷെ ജീവൻ, ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. പിന്നീട് ഈ യിരെമ്യാവ് മുതിർന്നു, പ്രവാചകനായി. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അവൻ സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ അത് പ്രയാസമായി മാറി. അവനെ സിദക്കിയാവ് എന്ന രാജാവിന്റെ, ഇതിന്റെ ചരിത്രങ്ങളെല്ലാം പറയാൻ സമയമില്ല. സ്തോത്രം ഹല്ലേലൂയ. സിദക്കിയാവ് എന്ന യഹൂദയിലെ അവസാനത്തെ രാജാവ്, ഈ അവസാനത്തെ രാജാവ് സ്തോത്രം അവന്റെ മരണപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു. രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന രാജാവിന്റെ കിങ്കരന്മാർ, അവിടെയുള്ള പ്രവാചകന്മാർ, അവിടെയുള്ള സ്തോത്രം വ്യക്തികൾക്ക്, പസ്കൂരിന്റെ മകൻ തുടങ്ങിയ ആളുകൾക്കൊക്കെ ഹല്ലേലൂയ ഇവന്റെ പ്രവചനം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം ഹല്ലേലൂയ. അവൻ പറഞ്ഞു, നെബൂഖദ്നേസർ വന്ന് ഈ രാജ്യത്തെ കീഴടക്കി കൊണ്ടുപോകാൻ പോകുക. ഈ രാജ്യത്തിൽ നിങ്ങൾ സ്തോത്രം ബാബേൽ ചെന്നാൽ ജീവിച്ചിരിക്കും, ഇവിടെയാണെങ്കിൽ ജീവിച്ചിരിക്കില്ല. നോക്കുക, ഈ രാജ്യത്തെ ശത്രു കീഴടക്കും അവൻ പറയുമ്പോൾ അവൻ ദേശദ്രോഹിയായി മാറി. അവൻ ആരായി മാറിയെന്നറിയാമോ? അവൻ ദേശത്തിന്റെ ദ്രോഹിയായി മാറി. ദേശദ്രോഹി, അങ്ങനെയല്ലേ അവനെ വിളിക്കാൻ കഴിയത്തുള്ളൂ. ഇവരെല്ലാവരും അവനെ ദേശദ്രോഹി എന്ന് വിളിച്ചു. എന്നിട്ട് രാജാവിനോട് എന്ന് പറഞ്ഞു, ഇവൻ സ്തോത്രം ദേശദ്രോഹം പറഞ്ഞിരുന്നു, ഇവൻ പ്രവചിക്കുന്നത് ദേശദ്രോഹമാണ്, അതുകൊണ്ട് ഇവനെ മരണശിക്ഷയ്ക്ക് വിധിക്കുക, ഇവനെ കൊല്ലുക, ഇവനെ മന്ദമന്ദമായി കൊല്ലുക. അതിന് യിരെമ്യാവിനെ ഹല്ലേലൂയ സ്തോത്രം വലിയൊരു കുഴിയിൽ, എന്ന് പറഞ്ഞാൽ വലിയൊരു കിണറിനകത്ത്, ആ കിണറിനകത്ത് വെള്ളമില്ല, അതിന് അല്പം വിസ്താരം മാത്രമുള്ളവായ, അത് കല്ലുകൊണ്ടൊക്കെ അടച്ചു വെക്കാം, അതുപോലെയുള്ള അഗാധമായ കുഴിയ. ആ കുഴിക്കകത്ത് അവനെ കയറിൽ കെട്ടിയിറക്കി. യിരെമ്യാവ് എന്ന പ്രവാചകനെ സ്തോത്രം 33-ാം അധ്യായം നിങ്ങൾക്ക് അറിവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം കാവൽപ്പുരമുറ്റത്ത് എന്ന് പറഞ്ഞാൽ സിദക്കിയ രാജാവിന്റെ കോടതി വരാന്തയിൽ അവനെ ശിക്ഷിച്ച്, അവനെ സ്തോത്രം ഹല്ലേലൂയ അവിടെയുള്ളൊരു മനുഷ്യന്റെ ഹല്ലേലൂയ സ്തോത്രം വസ്തുവിലുള്ള ഹല്ലേലൂയ കിണറിൽ അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി അവനെ ഇറക്കി. ഹല്ലേലൂയ. ഇപ്പോൾ ഇവനെ നോക്കി ഹല്ലേലൂയ എല്ലാവരും വിളിക്കുക, നിന്റെ വാഗ്ദത്തം എവിടെ? അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടവനല്ലേ, നിന്നെ ദൈവം കണ്ടതല്ലേ, എവിടെ നിന്റെ വാഗ്ദത്തം? എവിടെ ഹല്ലേലൂയ നിന്റെ ദൈവം? എവിടെ? നീ ഇപ്പോൾ ഇരുട്ടിലും, നീ ഇപ്പോൾ കുഴിയിലും, ഇപ്പോൾ നീ ആഴത്തിലും, ഹല്ലേലൂയ ഇപ്പോൾ നീ ചോറിലും കിടക്കുകയാ. നിന്റെ അരയോളം ഇതാ ചേറിൽ താണുപോയി. പതിയെ പതിയെ നീ താണുകൊണ്ടിരിക്കുക, പതിയെ നീ താണുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പലരും താണുകൊണ്ടിരിക്കുന്നവരാ. ഹല്ലേലൂയ. യിരെമ്യാവിനെ പോലെ പതിയെ താണുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിന്തകളുള്ളവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാൻ പോകുക, ദൈവത്തിന്റെ ഹല്ലേലൂയ ശക്തിമത്തായ ദൂത് പറയാൻ പോകുക. അപ്പോൾ സ്തോത്രം നോക്കുക, അങ്ങനെയുള്ളവർ ഇന്നൊന്ന് ദൈവത്തിലൊന്ന് എഴുന്നേൽക്കണം, ദൈവത്തിലൊന്ന് ചലിക്കണം, ദൈവത്തിലൊന്ന് ചലിക്കണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നിന്നിൽ ഇറങ്ങി വന്നിരിക്കുകയാ. അപ്പൊ നോക്കൂ, സ്തോത്ര ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? സ്തോത്ര ഹല്ലേലൂയ അവൻ ആ കിണറ്റിനകത്ത് നിസ്സഹായനായി കിടക്കുക. അവന്റെ ശത്രുക്കൾ വിചാരിച്ചു ഇവൻ മരിച്ചു, ഇനി അതിൽ നിന്ന് അവനെ ആർക്ക് കയറ്റാൻ പറ്റും? ആർക്കും കയറ്റാൻ പറ്റുകയില്ല.
സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. എവിടെ നിന്നാണോ അവന് മരണശിക്ഷ വന്നത്, എവിടെ നിന്നാണ് അവന് കൊല്ലുമെന്ന് പറഞ്ഞത്, അവിടെ നിന്ന് തന്നെ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ പേരാണ് ഹല്ലേലൂയ സ്തോത്രം ഏബദ് മേലക്. നിങ്ങൾ യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഏബദ് മേലക് എന്ന് പറയുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ഇവൻ ആരാന്നറിയാമോ? ഇവൻ ഒരു കൂശനാ എന്ന് പറഞ്ഞാൽ ഒരു എത്യോപ്യനാ. സ്തോത്രം. അവൻ എന്തില്ല? ഹല്ലേലൂയ സ്തോത്രം. അവന് യഹൂദ പാരമ്പര്യമൊന്നുമില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തു? യിരെമ്യാവ് എന്ന മനുഷ്യന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ അതിനു മുൻപ്, ഇവനെ കുഴിയിലിടുന്നതിന് മുമ്പ് ദൈവം അവനോട് പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനോട് ദൈവം പറഞ്ഞു ഖരായേലൈ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന മലയാളത്തിൽ എഴുതിയേക്കുന്നത്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, അതിനൊരു അർത്ഥമുണ്ട്. ഖരായേലൈ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഹീബ്രുവിൽ ഖരായേലൈ എന്ന് പറഞ്ഞാൽ, ഓ സ്തോത്രം, നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എന്നോട് സംസാരിക്കുക. ഹല്ലേലൂയ, നീ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എന്നോട് സംസാരിക്കുക. അവൻ തടവിൽ കിടക്കുമ്പോൾ അവനോട് ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഓ സ്തോത്രം ഹല്ലേലൂയ, ഓ സ്തോത്രം ഹല്ലേലൂയ, നീ എന്നോട് സംസാരിക്കുക നിന്റെ ഉള്ളത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ആഴത്തിൽ നിന്ന്, നിന്റെ ഹൃദയം തുറന്ന് നീ എന്നോട് സംസാരിക്കുക. ഞാൻ നിന്നോട് ഹല്ലേലൂയ ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിന്നോട് ഉത്തരം പറയും. നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ എന്നോട് ചോദിക്കുക നിന്റെ സംശയങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ സ്തോത്രം ആഴമാർന്ന ചിന്തകൾ, ഇതൊക്കെ നീ എന്നോട് പറയുക, നീ എന്നോട് സംസാരിക്കുക. ഞാൻ നിനക്ക് ഉത്തരമരുളും, ഞാൻ നിന്നോട് മറുപടി പറയും. നീ സംസാരിച്ചാൽ നിന്നോട് മറുപടി പറയുന്ന യഹോവയായ ദൈവം, ഹല്ലേലൂയ, ആ ദൈവം പറയുക തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്ത്, തന്റെ ഉടമ്പടിയിൽ, തന്റെ ബദാംബരീത്തേക്കിൽ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ തന്റെ രക്ത ഉടമ്പടിയിൽ കൊണ്ടുവന്ന് നമുക്ക് സമാധാനം അരുളി ചെയ്ത ഹല്ലേലൂയ മെലക് ശാലോമായ ഹല്ലേലൂയ ദിബ്ബർ ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനം അരുളുന്ന ഹല്ലേലൂയ യഹോവയായ ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് സമാധാനത്തെ അരുളിക്കൊണ്ട് പറയുകയാണ്, നീ എന്നോട് സംസാരിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. ഹല്ലേലൂയ. മാത്രമല്ല, നീ അറിയാത്തതും ആ മഹത്വമായ അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അവിടേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പോൾ സ്തോത്രം നോക്കൂ, യിരെമ്യാവ് മരണത്തോട് മല്ലടിച്ച് എവിടെ കിടക്കുകയാ? രാജാവ് സിദക്കിയാവ് എന്ന രാജാവ് അവന്റെ മരണപത്രത്തിൽ ഒപ്പുവെച്ചിട്ട് ഹല്ലേലൂയ അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ച് അവനെ സ്തോത്രം ഹല്ലേലൂയ ഈ കിണറ്റിനകത്ത് ഇറക്കി അവനെ അരയപ്പം വെള്ളവന്റെ ചെളിയിൽ അവൻ താണുപോയി, ആണ്ടുപോയി. അവൻ അർത്ഥപ്രാണനായി കിടക്കുമ്പോൾ ഹല്ലേലൂയ, ഓ സ്തോത്രം ഹല്ലേലൂയ, ദൈവപ്രവൃത്തി അനങ്ങുകയാ. ദൈവത്തിന്റെ വചനം ചാലിക്കുക. നിന്റെ നാവിന്മേൽ തന്നത് എന്റെ ദൈവത്തിന്റെ വചനമാണെങ്കിൽ മരണമില്ല കേട്ടോ, മരണമില്ല കേട്ടോ. ചിലരുടെ മരണത്തെ നീക്കുകയാ ഇന്ന് സന്ധ്യയിൽ. ചിലരുടെ മരണത്തെ ദൈവം നീക്കുകയാ. ചിലരുടെ രോഗത്തെ ദൈവം ഹല്ലേലൂയ സൗഖ്യമാക്കുകയാ. ചിലരുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുകയാ. ചിലരെ അത്ഭുതകരമായ ദൈവ ശുശ്രൂഷയാൽ ദൈവം നിറയ്ക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ലില്ലിക്കുട്ടി, ലോകം നിനക്ക് വേണ്ടി ഒരു വിധി എഴുതി. ഹല്ലേലൂയ. പക്ഷേ ദൈവം ആ വിധിയെ മാറ്റി എഴുതാൻ പോകുകയാ. നിനക്കായി ദൈവം വിധിയെ മാറ്റി എഴുതാൻ പോകുകയാ. ഒരു ദൈവ പൈതലിന് വേണ്ടി ലോകത്തിന്റെ നിയമത്തെ മാറ്റി എഴുതുന്ന ദൈവം അന്ന് രാത്രിയിൽ ഹല്ലേലൂയ അവന് വേണ്ടി ഇറങ്ങി വന്നു. സ്തോത്രം. ഈ മനുഷ്യന്റെ ഹൃദയം, ഈ എത്യോപ്യനായ ഹല്ലേലൂയ ഏബദ് മേലക്
ഹല്ലേലൂയ. അവന്റെ പേര് തന്നെ രാജാവെന്ന. മേലക്കെന്ന. ഹല്ലേലൂയ. മേലക്കെന്ന് പറഞ്ഞാൽ ഹീബ്രു രാജാവെന്ന. ഏബദ് മേലക്ക്. ഹല്ലേലൂയ. ഏബദ് മേലക്ക് എത്തോപ്യനാ. ഹല്ലേലൂയ. ആഫ്രിക്കക്കാരനാ. പക്ഷെ അവൻ ഈ രാജകൊട്ടാരത്തിലുണ്ട്. ഇവന്റെ ഉള്ളത്തിൽ തീ കത്താൻ തുടങ്ങി. അവൻ മരണത്തെ മറന്നു, അവൻ ഭയത്തെ മറന്നു. ഹല്ലേലൂയ. രാജാവ് മരണപത്രം എഴുതിയവന്റെ വേണ്ടി സംസാരിക്കാൻ ചെന്നാൽ കഴുത്തു പോകുമെന്ന കാര്യമൊക്കെ അവനങ്ങ് മറന്നുപോയി. അവൻ ഓടി രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഈ ചെയ്യുന്ന അനീതിയാ, ഈ ചെയ്യുന്നത് അനീതിയാ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പ്രവാചകനാ, ഇത് ദൈവത്തിന്റെ മഹത്വമുള്ള മനുഷ്യനാ. ഹല്ലേലൂയ. അവനെ ഇതാ മരണത്തിനായി, പതിയെ പതിയെ മരണത്തിനായി അവർ ദുഷ്ടത പ്രവർത്തിച്ച് അവനെ ഈ കിണറ്റിനകത്ത് ഇറക്കി കിടത്തിയേക്ക. ഹല്ലേലൂയ. ഓ സ്തോത്രം. രാജാവേ, ഇത് നിനക്ക് പാപമാ. രാജാവേ, ഇത് നിനക്ക് ദോഷമാ. ഹല്ലേലൂയ. രാജാവിന്റെ മനസ്സ് മാറി. രാജാവിന്റെ മനസ്സ് മാറി. രാജാവ് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. നീ ഒന്നും ആരോടും പറയണ്ട. ഒരു കാര്യം ചെയ്യ്. സ്തോത്രം. ഞാനൊരു 30 പേരെ തരാം. ഹല്ലേലൂയ. എന്ത് തരാം? എത്ര പേരെ തരാം? 30 പേരെ തരാം. നിങ്ങൾക്കറിയാം, എന്നോട് ഒന്ന് ചേർന്ന് വന്നിട്ട് നിനക്ക് ഞാൻ 30 മരണപത്രം എഴുതിയവന്റെ മരണപത്രത്തെ എങ്ങനെയാ ദൈവം മാറ്റുന്നെന്ന് നോക്ക്. നിന്റെ മേലുള്ള വിധിയെ പിശാച് എഴുതിയപ്പോൾ ഈ വിധിയെ ഇന്ന് രാത്രിയിൽ ദൈവം എങ്ങനെയാ മാറ്റുന്നത്? ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവശക്തി നീ കാണാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റും? എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റും? ഉടനെ പറഞ്ഞു, ഞാൻ 30 പേരെ തരാം. മാത്രമല്ല, ഈ രമ്യാവിനെ ഒന്ന് വലിച്ചു കയറ്റണം കിണറ്റിനകത്തുനിന്ന്. ഇനി ഒരിക്കലും വെട്ടം കാണുകയില്ലെന്ന് പറഞ്ഞവൻ, ഇനി ഒരിക്കലും ഹല്ലേലൂയ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞവൻ, വചനത്തിന്റെ ശക്തിയാൽ ഇതാ പുറത്തോട്ട് വരിക. നിങ്ങളിൽ പലരും ഇതാ പുറത്തേക്ക് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഷേബ, ഹല്ലേലൂയ. ഡെന്നിസ്, ഹല്ലേലൂയ. നീ ഇതാ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ വീതി പോലെ ഒന്ന് തുറക്കുകയാ, വഴി പോലെ ഒന്ന് തുറക്കുകയാ. ഹല്ലേലൂയ. നിന്നെ ചില അത്ഭുത പന്താവുകളിലൂടെ ദൈവം ഒന്ന് നടത്താൻ പോകുകയാ. ഹല്ലേലൂയ. ഇപ്പോൾ നിനക്കിതൊന്നും മനസ്സിലാകത്തില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ നീ അത് കാണും, നീ അത് അത്ഭുതമായി അറിയും. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ എന്നോട് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങും? ഹല്ലേലൂയ സ്തോത്രം. ഏബദ് മേലക്ക് എന്ത് ചെയ്തു? 30 പേരെയും കൊണ്ടുവന്നു. അവന്റെ കക്ഷത്തിലെല്ലാം പഴന്തുണിക്കെട്ടുകൾ വെച്ചിട്ട് ഹല്ലേലൂയ കയറിട്ട് കെട്ടി അവനെ ചെളിയിൽ നിന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റി ഇവനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. എവിടെ കൊണ്ടുവന്നു? ഹല്ലേലൂയ സ്തോത്രം. അവനെ കാവൽപുരമുറ്റത്ത് കൊണ്ടുവന്നു, അവനെ തടവിൽ കൊണ്ടുവന്നു. അവിടെ അവനെ ഹല്ലേലൂയ അവിടെ ആക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ രാത്രിയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. അവന് മരണപത്രം എഴുതിയ സിദക്കിയ രാജാവില്ലേ, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അവൻ ആരെ കാണണം? അവൻ ആരെ കാണണം? ഈ ദൈവത്തിന്റെ ഭൃത്യനെ, ഈ രമ്യാവിനെ കാണണം. അവനെ കണ്ടേ മതിയാകുള്ളൂ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ അവിടെ നിന്ന് രാത്രി പോകുകയാ. ഹല്ലേലൂയ. ഈ രമ്യാവെന്ന പ്രവാചകന്റെ അടുത്ത് ചെന്നു. ഇതാ അവന് മരണപത്രം എഴുതിയവൻ, അവന് അവനെ കൊന്നുകളയുവാൻ ഹല്ലേലൂയ തീട്ടൂരം എഴുതി ഉണ്ടാക്കിയവൻ, അതിൽ ഒപ്പുവെച്ചവൻ ഇന്ന് രാത്രി മരണത്തെ മാറ്റിയിട്ട് ഹല്ലേലൂയ അവിടെ അവന്റെ അരികിൽ ഇറങ്ങി വരിക. ഹല്ലേലൂയ. അവൻ അവിടെ വന്നിട്ട് താണു തൊഴുതു. ഹല്ലേലൂയ. പ്രവാചകനെ, നീ ഒന്ന് സംസാരിക്ക്, എനിക്ക് വേണ്ടി സംസാരിക്ക്. ആര് നിനക്ക് വേണ്ടി മരണപത്രം എഴുതിയോ, ആർ നിന്നെ തകർക്കണമെന്ന് കരുതിയോ, അവനെ കൊണ്ട് തന്നെ ഉള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അത് അത്ഭുതാവകമാണ്. അത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളാണ്. അത് സ്വർഗീയ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശക്തിയാ. എനിക്കറിയാം, ആ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. ആ ദൈവത്തിന്റെ കൃപ പകരപ്പെടുകയാ. അത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഒഴുകുകയാ. അത് ഭൂമിയിൽ ഹല്ലേലൂയ ദൈവജനം ഉള്ളിടത്തൊക്കെയും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയാണ്, ദൈവശക്തി ഒഴുകി വ്യാപരിക്കുകയാണ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഒരു കാന്തം ഹല്ലേലൂയ ഇരുമ്പ് പിടിച്ചെടുക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പിടിച്ചെടുത്താട്ട് മരണപത്രം ഒപ്പുവെച്ചവൻ ഇത് ആലോചനക്കായി ഇവന്റെ കാൽക്കലിരിക്കുകയാ. അവനോട് പറയുക, നീ മരിക്കയില്ല. ഹല്ലേലൂയ. പൊന്നുടയതേ, ഉടയതേ, നീയേ സ്തോത്രം. അല്ലയോ രാജാവേ, അല്ലയോ മേലക്കേ, ഹല്ലേലൂയ നീ വന്നല്ലോ. സ്തോത്രം. എന്റെ അരികിൽ വന്നല്ലോ. ഞാൻ പറയുന്നതൊക്കെ നീ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഏറ്റെടുക്കാനുള്ള ത്രാണി നിനക്കുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാനുള്ള കഴിവ് നിനക്കുണ്ടോ? എത്ര പേർക്ക് സ്തോത്രമുണ്ട്? ഞാൻ പറയുന്നത് കേൾക്കാനുള്ള കഴിവുള്ളവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയിട്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ മരിക്കത്തില്ല. നീ ഹല്ലേലൂയ നെബൂഖദ്നേസറിന് കീഴടങ്ങണം.
നിനക്ക് ഹല്ലേലൂയ നിന്റെ പിതാക്കന്മാരെ പോലെ നല്ല അടക്കം ഉണ്ടാകും. നിനക്കെതിരായി നിൽക്കുന്നവൻ ആലോചന കൊടുക്കാൻ, നിനക്കെതിരായി മരണപത്രം എഴുതിയവനെ നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി, ഹല്ലേലൂയ, ആ ശക്തി അനുഭവിച്ചവരാരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ വിട്ടോടിപ്പോകയില്ല. അവർ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആരാ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുവാൻ ഹല്ലേലൂയ അവർ ആത്മാവിൽ പുതുക്കം പ്രാപിച്ചവരായി, ആത്മശക്തി പ്രാപിച്ചവരായി, ദൈവശക്തി പ്രാപിച്ചവരായി അവർ ശക്തിയോടെ എഴുന്നേൽക്കുന്നവരായി തീരും. ഹല്ലേലൂയ ഈ ഉപവാസം അതിനുള്ളതാ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പാപത്തിൽ വീണ്ടും എഴുന്നേറ്റും ഓ സ്തോത്രം ഹല്ലേലൂയ ജീവിക്കാനല്ല, വിശ്വാസത്താൽ സ്തോത്രം ഹല്ലേലൂയ തലങ്ങളെ മാറ്റുന്ന ദൈവം, ആ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാ. ഇവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്തോത്രം അല്പമായ ഒരു സാക്ഷ്യത്തിലൂടെ കടന്നു പോവുകയാ. സ്തോത്രം ഇതിവിടെ നിൽക്കട്ടെ. ഇതിന്റെ നമുക്ക് അവസാന സമയം കിട്ടുന്നുവെങ്കിൽ പൂരിപ്പിക്കാം, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദൈവ സമയം തരുമ്പോൾ പൂരിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ നിന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം അവിടെ ആരുടെയൊക്കെ ജീവിതം മാറ്റി. സിദക്കിയാവിന്റെ ജീവിതം മാറ്റി, ഇരമ്യാവിന്റെ ജീവിതം മാറ്റി. ഇനി സ്തോത്രം ഈ ഏബദ് മേലക്കിനോ അവന്റെ ജീവിതം മാറ്റി. അവന്റെ ജീവിതം എങ്ങനെയാ മാറ്റിയെന്നറിയാമോ? ഹല്ലേലൂയ അവനോടും പറയാൻ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടുന്ന ഹല്ലേലൂയ സ്തോത്രം ഈ വ്യക്തികളാൽ നീ സ്തോത്രം ഇല്ലാതായി പോകുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള കണ്ടുകിട്ടിയതുപോലെ ഇരിക്കും. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവം പറയുക, ഹല്ലേലൂയ സ്തോത്രം നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ കാണും. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വായി തുറന്നെന്ന് പറയും എന്നോട് ചേർന്ന് എന്റെ ജീവകാലത്ത്? സ്തോത്രം ഹല്ലേലൂയ എന്നോട് ചേർന്നെന്ന് പറയാമോ? പറയുന്ന ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ ഞാൻ കുറെ കാര്യങ്ങൾ പറയിപ്പിക്കാൻ വന്നതല്ല. വിശ്വാസം വ്യാപരിക്കുന്നവർ ഇപ്പോൾ വിളിച്ചു പറയും, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ജീവനോടെ ഇരുന്ന്, ഹല്ലേലൂയ പാസ്റ്റർ ജോസ് അഗസ്റ്റിൻ, ഹല്ലേലൂയ ഞാൻ ജീവനോടെ ഇരുന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ദൈവം എന്നെ എവിടെയെല്ലാം അയച്ചാൽ അവിടെയെല്ലാം ഞാൻ ദൈവത്തിന്റെ പ്രവർത്തികൾ വർണ്ണിക്കും എന്ന് വായ് തുറന്ന് പറയുന്നവർക്കായി ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തെ പറയുക. നേരത്തെ ഞാൻ എൻ്റെ വടി കാണിച്ചു, സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ ക്രച്ചസ് കാണിച്ചു. ഞാൻ ജന്മനാൽ ഇത് കൊണ്ടുവന്ന ആളല്ല. 30 വയസ്സ് വരെ നിങ്ങളെപ്പോലെ ഓടിയും ചാടിയും കളിച്ചും ചിരിച്ചും ഹല്ലേലൂയ ബിസിനസ് ചെയ്തും ഒക്കെ നടന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു മനുഷ്യനാ. ഹല്ലേലൂയ എന്നാൽ 30 വയസ്സിൽ ദൈവം എൻ്റെ നടക്കാനുള്ള ശേഷിയെ എടുത്തു മാറ്റി. സ്തോത്രം. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ 2 വടികളുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു സഹായം എനിക്ക് തന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ, ഞാൻ അന്ന് ദൈവത്തിന്റെ വേലക്കാരനല്ല. ദൈവത്തിന്റെ വേലയ്ക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് 2 വടിയുണ്ട്, എന്നോട് കൂടെ ഈ 2 വടിയുണ്ട്, ഞാൻ ഇതും കൊണ്ട് എന്ന് എങ്ങനെയാ പ്രസംഗിക്കുന്നേ? സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചാൽ ആർക്കെങ്കിലും സൗഖ്യം വരുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ അവർ ചോദിക്കത്തില്ലേ, ഹല്ലേലൂയ സ്തോത്രം എനിക്ക് എങ്ങനെ സൗഖ്യം വരുന്നില്ല, അതുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് എങ്ങനെ വരുമെന്ന് അവർ ചോദിക്കത്തില്ലേ? ദൈവം എന്നോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാ, നീ പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ സംസാരിക്കും. ഹല്ലേലൂയ നിന്റെ നാവിലൂടെ ഞാൻ പ്രവർത്തിക്കും, നീ അല്ല, ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ ജനം വിടുതൽ പ്രാപിക്കും. അതിനുശേഷം ഞാൻ ഒരിക്കലും എൻ്റെ സ്തോത്രം ബലഹീനതയെ പ്രശംസിക്കുകയല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ ബലഹീനതയെക്കുറിച്ച് സ്തോത്രം ഞാൻ ഹല്ലേലൂയ ഭയന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ സാഹചര്യങ്ങളെ ഹല്ലേലൂയ മാറ്റിമറിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വായി തുറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്നൊന്ന് പറയാൻ കഴിയുന്നവർ ഉച്ചത്തിലൊന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ സ്വർഗം അത് കേൾക്കുകയാ. സ്വർഗം നിന്റെ മേൽ അത്ഭുതത്തെ ചെയ്യുകയാ, അത്ഭുത കൃപ നിന്റെ മേൽ പകരുകയാ. സ്തോത്രം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ, യാഥാസ്ഥികമായ ഒരു ഹൈന്ദവ കുടുംബത്തിൽ സ്തോത്രം ഭക്തരായ അപ്പന്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചു. സ്തോത്രം. ഞാന് ഹല്ലേലൂയ വളരെ ചെറുപ്രായത്തിൽ തന്നെ അമ്പലങ്ങളിൽ, എൻ്റെ പിതാവ് അമ്പലങ്ങളിൽ പോയി സ്തോത്രം ഹരികഥ പറയുകയും അതുപോലെ ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുകയും സ്തോത്രം ഉത്സവ സീസണുകളിലും ചിറപ്പുകളിലും ഒക്കെ പോയി ചെയ്യുന്ന ഒരു അമ്പലവാസി സമൂഹത്തിൽ നിന്ന് എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. ചെറുപ്രായത്തിൽ തന്നെ സ്തോത്രം ഈ ഹൈന്ദവ വേദങ്ങളോടും അതിൻ്റെ സൂക്തങ്ങളോടും ബ്രഹ്മങ്ങളോടും അല്ലെങ്കിൽ ഉപനിഷത്തുക്കളോടും ഒക്കെ വലിയ കമ്പം കയറിയിട്ട് സ്തോത്രം
അത് പഠിക്കാനൊക്കെ, സംസ്കൃതം പഠിക്കാനൊക്കെ സമയം കണ്ടെത്തിയ ആള്. എൻ്റെ ഡിഗ്രിക്ക് പോലും മലയാളം മെയിൻ എടുത്താണ് ഞാൻ പഠിച്ചത്. എന്നാൽ എൻ്റെ ഡിഗ്രിക്ക് ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അവസാന വർഷം പഠിക്കുമ്പോൾ ഞാൻ സ്തോത്രം രക്ഷിക്കപ്പെടുവാനിടയായി. അതൊന്നും പറയുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കണ്ടപ്പോൾ കാണുവാനുള്ള കാരണം ഇതാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശു മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ കേട്ടു. യേശുവിൽ വിശ്വസിച്ചവരാരും മരിക്കയില്ല എന്ന് ഞാൻ കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ചർച്ച ചെയ്യുമായിരുന്നു, മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം, മരിച്ചേ പറ്റൂ, മരിക്കാതിരിക്കാൻ കഴിയില്ല, മരണത്തിന് മരുന്നില്ല. ഇതൊക്കെ എപ്പോഴും എൻ്റെ പിതാവ് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ സ്തോത്രം, മരണത്തിന് മരുന്നുണ്ട്. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നിന്റെ പാപത്തെ പോക്കി നിന്നെ സ്തോത്രം മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത്, ഹല്ലേലൂയ, നിന്നെ നിത്യജീവന്റെ അവകാശിയാക്കി നീ പുനരുത്ഥാനത്താൽ ദൈവത്തിന്റെ സ്തോത്രം മകനും മകളുമായി തീരും എന്ന വാഗ്ദത്തങ്ങൾ കേട്ടപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ നിത്യമായ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾ വന്നു. മരണം പരമ്പരയായി വന്നു. ഹല്ലേലൂയ, മരണം പരമ്പരയായി വന്നു. തൊട്ട് പറയാം. ദൈവത്തിന് സ്തോത്രം. ആദ്യം വരുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. 95 വിവാഹം കഴിച്ചു. 97 ആയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം വന്നു. ആദ്യമൊന്നും അത് കണ്ടുപിടിച്ചില്ല. സ്തോത്രം. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഞാൻ കൊണ്ടുപോയി. കേരളത്തിലെ ഒട്ടുമുക്കാൽ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി അവളെ ട്രീറ്റ് ചെയ്തു. അവസാനം അവൾ മരണത്തോടടുത്തു. ശ്വാസോച്ഛ്വാസം മാത്രം ശേഷിക്കുന്ന ഒരവസ്ഥയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ, ചെമ്മനാഗരി, വൈക്കം, എറണാകുളം, ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ട് എൻ്റെ ഭാര്യയെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അവിടെ കൊണ്ടുചെല്ലുമ്പോൾ എൻ്റെ 2 കൈയിൽ ഞാൻ ഇങ്ങനെ കോരിയെടുത്ത്, അന്ന് എനിക്ക് കാലും കൈയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ സ്തോത്രം, കോരിയെടുത്ത് അവളെ സ്തോത്രം ഈ സ്ട്രെച്ചറിൽ കിടത്തി. സ്ട്രെച്ചറിൽ കിടത്തുമ്പോൾ ശ്വാസം മാത്രമേ ഉള്ളൂ. ഡോക്ടർ എല്ലാം പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവൾ ജീവിക്കയില്ല. സ്തോത്രം, ഹല്ലേലൂയ, രോഗം മെനിഞ്ചൈറ്റിസ് ആണ്. സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇവൾക്ക് ജീവിക്കാൻ ഒരു കഴിവുമില്ല. കാരണം ഇവിടെ തലച്ചോറിനകത്ത് നിന്ന് നട്ടലിനകത്ത് സുഷുപ്ന നാഡിയിൽ കൂടെ പോകുന്ന ഒരു വെയിൻ ബ്ലോക്കായി പോയി, ഇവൾ ജീവിക്കയില്ല. എന്നാൽ ഇവളിൽ ശ്വാസമുണ്ടതുകൊണ്ട് ഞങ്ങൾ അതിന് പ്രതിവിധിയായി VP ഷണ്ട്, എൻ്റെ മുമ്പിൽ ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്കറിയാം, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി VP ഷണ്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. VP ഷണ്ട് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ ബ്ലോക്ക് വന്ന വെയിനിനെ മാറ്റിയിട്ട് അവിടെ നിന്ന് സ്തോത്രം ഒരു ബൈപ്പാസിലൂടെ എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്ത് നിന്ന് ഒരു ട്യൂബ് ഇങ്ങനെ അകത്തൂടെ തന്നെ തലച്ചോറിനകത്ത് നിന്ന് വയറ്റിനകത്തേക്ക് ഇടുന്ന ഓപ്പറേഷനാണ് VP ഷണ്ട് എന്ന് പറയുന്നത്. അകത്തൂടെയാ, ഹല്ലേലൂയ, പുറമേ അല്ല. സ്തോത്രം. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സർജറിയാ. സ്തോത്രം. ഈ സർജറി കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ സർജറി ചെയ്തതേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാ. എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു, ഈ ഇട്ട ട്യൂബിന് 3 വർഷമേ ഉള്ളൂ ഗ്യാരണ്ടി. കാരണം ഈ 3 വർഷം അകത്ത് ഇവക്ക് ബ്ലോക്ക് പിന്നെയും വന്നാൽ പിന്നെയും റീഷണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ സ്തോത്രം 3 വർഷം കഴിയുമ്പോൾ റീഷണ്ട് ചെയ്യണം. സ്തോത്രം. ഇനി അതല്ല, എവിടെങ്കിലും ബ്ലോക്ക് വന്നാൽ അപ്പോഴേ ഇവൾ മരിച്ചു പോകും. മാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എൻ്റെ ഭാര്യ നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നില്ല. അവൾക്ക് ആരെയും തിരിച്ചറിയാനുള്ള കഴിവില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവൾ ഇങ്ങനെ കിടക്കയിൽ കിടക്കുക. ഒരു കുഞ്ഞുണ്ട്, 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിന് സ്തോത്രം ഇനി അവൾ തിരിച്ചറിയുന്നില്ല. അവൾ എന്നെ തിരിച്ചറിയുന്നില്ല. സ്തോത്രം. ആരെങ്കിലും ചോദിക്കുക, നിന്റെ ഭർത്താവ് എന്ന് ചോദിച്ചാൽ അവൾ പറയും, മരിച്ചുപോയെന്ന് പറയും. വിഭ്രാന്തി പിടിച്ചതുപോലെ എന്തൊക്കെയോ പറയുന്ന സ്തോത്രം, ഹല്ലേലൂയ, ഒരു സഹോദരിയെ എൻ്റെ കയ്യിൽ ഡോക്ടർ തന്നു. എന്നാൽ ഞാൻ സ്തോത്രം അന്നും ഇന്നും വിശ്വസിക്കുന്നത് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന യേശുക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. എൻ്റെ രക്ഷയുടെ നിദാനം തന്നെ യേശു മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ദൈവപുത്രനാണ് എന്നതാണ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. സ്തോത്രം. ഞാൻ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിന്റെ പുൽത്തകിടിയിൽ കിടന്നുകൊണ്ട് ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും ഹൈന്ദവരാ.
ഞങ്ങളുടെ കുടുംബങ്ങളിലൊന്നും അന്ന് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് അവളും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനും ഒക്കെ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. സ്തോത്രം. സഭക്കാരില്ല, ആരുമില്ല. ഞാൻ പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, അബ്രഹാം കണ്ട നക്ഷത്രമായി കിടക്കുന്നേ, ഹല്ലേലൂയ, ഈ കാണുന്നേ ഇതിനെ അബ്രഹാം കണ്ടു. അബ്രഹാമിന്റെ പുത്രനെ യാഗം കഴിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ഈ നക്ഷത്രം കണ്ടതാ. ഹല്ലേലൂയ. മോശ ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചത്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? ഈ നക്ഷത്രം കണ്ടതാ, മോളിൽ നിൽക്കുന്ന നക്ഷത്രം കണ്ടതാ. ആ നക്ഷത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, കർത്താവേ, എൻ്റെ ഭാര്യയെ എനിക്ക് മടക്കി തരണം. അങ്ങ് സ്തോത്രം അതിന് യോഗ്യനായ, അതിന് കഴിവുള്ളവനായ എൻ്റെ കർത്താവാകുന്നു, അവിടുന്ന് മടക്കി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. 6 മാസം ഒരു വ്യത്യാസവും വന്നില്ല. ഹല്ലേലൂയ. ഒരു മാറ്റവും ഉണ്ടായില്ല. സ്തോത്രം. 6 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം അവൾ പതിയെ പതിയെ ജീവനിലേക്ക് മടങ്ങി വന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ അവൾക്ക് പിന്നീട് ഷണ്ട് ചെയ്യാനോ, ഹല്ലേലൂയ, പിന്നീട് സ്തോത്രം ഇത് ബ്ലോക്ക് ആവുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോഴേക്കും 23 വർഷങ്ങൾ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ഡോക്ടർമാർക്ക് എൻ്റെ ഭാര്യ ഒരു മിറക്കിളാണ്. ഹല്ലേലൂയ. വൈദ്യശാസ്ത്ര പ്രകാരം ഡോക്ടേഴ്സ് ഉള്ളവര് അവർക്കറിയാം, VP ഷണ്ട് ചെയ്ത ഒരു സ്തോത്രം ഒരു പേഷ്യന്റ്, ആ സ്തോത്രം എന്തൊക്കെ മിറക്കിൾ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു 10 വർഷത്തിൽ കൂടുതലൊന്നും റീഷണ്ട് ചെയ്ത് ഹല്ലേലൂയ ജീവിച്ചാൽ ആ ഒരു അർത്ഥജീവനിൽ സ്തോത്രം ജീവിക്കുമെന്നല്ലാതെ ഹല്ലേലൂയ മുന്നോട്ട് ജീവിക്കില്ല. എന്നാൽ എൻ്റെ ഭാര്യ ഒരു കുഴപ്പമില്ലാത്തവളായി, ഇന്നൊരു കൊച്ചുമകനെയും പരിപാലിക്കുന്നവളായി, 23 വർഷങ്ങൾ കഴിയുമ്പോഴും ജീവനോടെയുള്ള എൻ്റെ യേശുവിനെ ഹല്ലേലൂയ കാണുവാൻ അവളുടെ ജീവിതത്തിലൂടെ എനിക്ക് സാധിച്ചു. സ്തോത്രം. അവൾക്ക് ഇങ്ങനെയൊക്കെ ആയപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ഏത് ദൈവദാസൻ കണ്ടാലും പറയും, നിന്നെ ദൈവത്തിന്റെ വേലയ്ക്കായിട്ടുള്ളവനാ. സ്തോത്രം. നീ അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കതൊന്നും സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിലും അതിനോടൊന്നും എനിക്ക് വിശ്വാസമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ഉപദേശിപ്പണി ചെയ്യുക, ഉപദേശിയാകുക, ഇതൊന്നും എനിക്കറിയുന്ന കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ വേലയാണ് ഞാൻ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ചെയ്തോളാം. എങ്ങനെയാന്ന് വെച്ചാൽ എന്നെ ഉപയോഗിച്ചാട്ട്. ഓ സ്തോത്രം, ഹല്ലേലൂയ. പതിയൊക്കെ അന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് മറന്നുപോയി. പിന്നീട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനിയൊരു കുഞ്ഞുണ്ടാകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഓപ്പറേഷൻ ചെയ്ത് ഇവൾക്ക് നോർമൽ ഡെലിവറി നടക്കുകയില്ല. കാരണം നോർമൽ ഡെലിവറി സമയത്ത് ഇവൾ തലയനക്കിയാൽ, തലയനക്കുകയോ പിടിക്കുകയോ സ്തോത്രം ഫിറ്റ്സ് വരികയോ എന്തെങ്കിലും ചെയ്ത് അങ്ങനെയുള്ള ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഈ ട്യൂബ് മുറിഞ്ഞു പോകും, ഇവൾ മരിച്ചു. സ്തോത്രം. എന്നാൽ ഞങ്ങൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരാണ്. സ്തോത്രം. ഞാനും എൻ്റെ ഭാര്യയും സ്തോത്രം, ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി. അവളുടെ രോഗങ്ങളിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോൾ അവൾക്ക് വീണ്ടും അവൾ പ്രഗ്നന്റ് ആയി. 7 മാസം വരെ കുഴപ്പമില്ലാതെ പോയി. 7ാമത്തെ മാസത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് പ്രസവവേദന ഉണ്ടായി. ഞാൻ അവളെ ഹോസ്പിറ്റലിലെത്തി. ഒരു ഹോസ്പിറ്റലും അവളെ സ്വീകരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവർ മരിച്ചു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഞാൻ മാവേലിക്കര മുതൽ ഞാൻ സ്തോത്രം ഈ മധ്യ കേരളത്തിലെ ഒട്ടുമുക്കാൽ ഹോസ്പിറ്റലുകളെ സമീപിച്ചു. അവസാനം അവളെ ട്രീറ്റ് ചെയ്ത ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുഷ്പഗിരിയിൽ സ്തോത്രം 7ാം മാസത്തിന്റെ 7ാം മാസത്തെ പൂർത്തിയായിട്ടില്ല. ആ സ്തോത്രം എൻ്റെ ഭാര്യ ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ ന്യൂറോ സർജനും അവളെ ട്രീറ്റ് ചെയ്യുന്ന ന്യൂറോ സർജനും തമ്മിൽ സംസാരിച്ചിട്ട് അവർ സ്തോത്രം പുഷ്പഗിരിയിൽ എന്നെ വൈഫിനെ അഡ്മിറ്റ് ചെയ്യുന്നു. രാവിലെ അവൾ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. തലേ ദിവസം ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്ക് കുഴപ്പമില്ലാതെയാണ് ഞങ്ങൾ നോക്കുന്നത്, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കുഞ്ഞിന് പ്രശ്നം ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്, അത് നമുക്ക് പിന്നീട് നോക്കാം എന്ന് എന്നോട് പറഞ്ഞു. ഈ കുഞ്ഞ് ജനിച്ചതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു കുഴപ്പമില്ല, സുന്ദരിയായ ഒരു പെൺകുഞ്ഞ്, എൻ്റെ 2ാമത്തെ പെൺകുഞ്ഞ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ കർത്താവേ, ഇവൾ അതിസുന്ദരിയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഇവൾ മനോഹരയായ കുഞ്ഞാണ്. ഹല്ലേലൂയ, എനിക്ക് സന്തോഷമായി, അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞിനെയൊക്കെ തന്നല്ലോ. സ്തോത്രം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, ഈ കുഞ്ഞിപ്പം മരിച്ചു പോകും. ഹല്ലേലൂയ, ഇവളെ സ്തോത്രം ഞങ്ങൾ ഫീഡ് ചെയ്യാൻ പോകുക, കാരണം ഇവക്ക് കുടലില്ല, അവളുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 7ാം മാസത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇപ്പൊ മരിച്ചു പോകും. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം അതിനോട് യോജിച്ചു.
പക്ഷെ ഞാൻ യോജിക്കാൻ റെഡിയല്ല. ഹല്ലേലൂയ. നിങ്ങൾ യോജിക്കും? സ്തോത്രം. നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ട് നിങ്ങൾ പറയുക സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം ഡോക്ടർമാരെയൊക്കെ നോക്കും, എവിടെ വലിയ ഡോക്ടർ ഉണ്ടെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. സ്തോത്രം. എന്നാൽ എനിക്കൊരു വലിയ ഡോക്ടറുണ്ട്. ഹല്ലേലൂയ. ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഖെറായേലൈ എന്ന് പറഞ്ഞ എന്താ? എന്നെ വിളിക്കുക, എന്നോട് സംസാരിക്കുക. ആ ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുകളിൽ മാടിയിൽ പോയിട്ട് ഞാൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടിയേ മതിയാകുള്ളൂ. എനിക്ക് ഈ കുഞ്ഞിനെ വേണം. അതിന്റെ രോഗം എന്തെന്നോ അതിന്റെ പ്രശ്നം എന്തെന്നോ ഒന്നും ഞാൻ നോക്കുന്നില്ല. അങ്ങ് പരിഹാരകനാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ, ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ അത് വിട്ടോടിപ്പോക. അതെ, സ്തോത്രം. ദൈവത്തോട് സംസാരിച്ച എത്ര പേരുണ്ട്? ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിനക്ക് കഴിയും, എനിക്ക് തന്നേ മതിയാകും. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടർ ഫീഡ് ചെയ്തപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പാല് നിറഞ്ഞിട്ട് അത് നേരെ മൂളയിലോട്ട് അതിന്റെ തലച്ചോറിലേക്ക് പോകും. തലച്ചോറിലേക്ക് പോയിട്ട് അപ്പോഴേ ആ കുഞ്ഞ് മരിച്ചു. സ്തോത്രം. എന്നാൽ ഈ കുഞ്ഞ് മരിച്ചില്ല. ഡോക്ടറോട് എൻ്റെ ബ്രദർ ചോദിച്ചു, സ്തോത്രം, ഈ കുഞ്ഞിനെ ഹല്ലേലൂയ സ്തോത്രം എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കാൻ പറ്റുമോ? അവനെ പരിഹസിച്ചു ചിരിച്ചു. ഡോക്ടർ ഓമനക്കുട്ടി. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റൽ അറിയാം. പഴയ ആളുകൾക്കറിയാം. 10-25 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പ്രസിദ്ധ പീഡിയാട്രിഷ്യനായിരുന്നു ഡോക്ടർ ഓമനക്കുട്ടി. അവർ പരിഹസിച്ച് ചിരിച്ചു. അവർ പറഞ്ഞു, ഇല്ല, ഈ കുഞ്ഞ് ജീവിക്കയില്ല. എന്നാൽ എൻ്റെ ബന്ധുമിത്രാദികൾ അതിനോട് യോജിക്കാൻ തയ്യാറായില്ല. അവർ സ്തോത്രം ആ കുഞ്ഞിനെ കോട്ടയം ESI സ്തോത്രം ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് സർക്കാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ച് ഡോക്ടർ സ്തോത്രം ശിവകുമാർ എന്ന ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് ജീവിക്കയില്ല. സ്തോത്രം. കാരണം ഇതിന് കുടലില്ല. ഇതിന് സ്തോത്രം ഒരു മാർഗവും ഞങ്ങൾ നോക്കുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യം കിടപ്പുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കിടപ്പുണ്ട്. അത് ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകുകയാണ്. അത് ഇതുവരെ അതിന് തെളിവൊന്നുമില്ല. ഞാൻ ഈ സ്തോത്രം ഈ കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇതിന്റെ കുടൽ ഒരു തോർത്തിന്റെ നൂല് പോലെ, ഡോക്ടർ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുക, മുറിഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം. ഡോക്ടർ സർജറി ചെയ്തു. മണിക്കൂറുകൾ നീണ്ടു നിന്ന ഓപ്പറേഷനിൽ ഡോക്ടർ ഇതിനെ തുന്നിച്ചേർത്തു. ജനിച്ച ആ ഫസ്റ്റ് ഡേയിൽ സ്തോത്രം തുന്നിച്ചേർത്തിട്ട് അതിന് റബ്ബർ ബാൻഡ് ഇട്ട് തുന്നിച്ചേർത്തെല്ലാം വെച്ചു. എന്നിട്ട് ഡോക്ടർ പുറകെ വലതുവശത്ത് ഒരു ദ്വാരം ഇട്ടിട്ട് പുറകിൽ ഒരു ബാഗ് സെറ്റ് ചെയ്തു. എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞ് ഈ ബാഗിലൂടെ ജീവിക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അകത്ത് കഴിക്കുന്ന ആഹാരമെല്ലാം പുറത്തേക്ക് ഈ ബാഗിൽ പോകും, അത് ക്ലീൻ ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഡോക്ടർ എന്നോട് ഒത്തിരി വിവരമൊക്കെ പറഞ്ഞു. പേടിക്കണ്ട, 42 വയസ്സുള്ള സ്ത്രീയും അങ്ങനെ സ്തോത്രം ജീവിക്കുന്നുണ്ട്, അമേരിക്കയിലാണ്, ഒത്തിരി പേരുടെ കാര്യമൊക്കെ പറഞ്ഞു. സ്തോത്രം. പക്ഷെ ഞാൻ ദൈവത്തോട് അതിന് മുമ്പ് ഹല്ലേലൂയ ഞാനും ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. സ്തോത്രം. ആ എൻകൗണ്ടർ ഉണ്ടായത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ കൃത്യമായ സ്ഥലം നിങ്ങളോട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. കോട്ടയത്തോട്ട് പോവുകയാണ്. അപ്പൊ കുഞ്ഞിന് ബ്ലഡ് കൊടുക്കണം. സ്തോത്രം. എൻ്റെ ബ്രദറിലെ ബ്ലഡുമായി പോയി. ഹല്ലേലൂയ. അതിന് പുറകെ ഞാനും എൻ്റെ ബ്രദർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പുഷ്പഗിരിയിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കോട്ടയത്ത് കോടിമത കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ ഒരു പത്രം ഓഫീസുണ്ട്. ആ പത്രം ഓഫീസ് മംഗളത്തിന്റെ പത്രം ഓഫീസാ. മംഗളത്തിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ആ കുഞ്ഞിനൊരു പേര് കൊടുക്കുക, ഞാൻ അവളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അവിടെ അമ്മനോട് നിർത്തി എനിക്ക് വെള്ളം കുടിക്കണം. സ്തോത്രം. അടുത്ത കടയിൽ നിന്ന് സോഡ വാങ്ങി തരുമ്പോൾ ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അവക്കൊരു പേര് വെക്കാൻ പോവുക കർത്താവേ. രാവിലെ മുതൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ദൈവത്തോട് ഞാനിങ്ങനെ, എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുവെങ്കിലും ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് പേരാ കർത്താവേ അവ കൊടുക്കണ്ടേ? അവക്ക് നീ ആശിഷ എന്ന് പേര് കൊടുക്ക. ഞാൻ ചോദിച്ചു, അതിന്റെ സ്തോത്രം ഹല്ലേലൂയ അർത്ഥം എന്താണ് കർത്താവേ? അത് ആശിഷമാരിയാണ്. ഹല്ലേലൂയ. അത് പിന്മഴയാണ്, അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നിന്റെ മേൽ ദൈവത്തിന്റെ വചനം വരുമ്പോൾ നീ വചനത്തിൽ വിശ്വസിക്കുമോ? നീ ലോകത്തിലേക്ക് പോകുമോ? നീ യേശുവിൽ വിശ്വസിച്ചാൽ നീ അവന്റെ അത്ഭുതത്തെ കാണും. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ആരും ദൈവത്തെ വിട്ടോടരുത്. ദൈവം പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്. അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല.
ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു പേര് കൊടുക്കുക. ഉടനെ എൻ്റെ ഭാര്യ, എൻ്റെ സ്തോത്രം ബ്രദർ പറഞ്ഞു, അയ്യോ അതൊന്ന് ജീവിക്കട്ടെ, പിന്നെ പേരിട. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അവൻ എന്നെ ഒത്തിരി പരിഹസിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു, ആശിഷ എന്നാണ് അവളുടെ പേര്, ആശിഷ എന്നാണ് പേര്. ഈ 43 ദിവസം 7 മാസം പ്രായം തികയാത്ത ഈ കുഞ്ഞ് ഫോട്ടോതെറാപ്പിയിലൂടെ പോവുകയാണ്. ഇതിന്റെ ശരീരമെല്ലാം പഴുത്ത് ഈ 2 സൈഡും ഒക്കെ കീറി, കാലിന്റെ വെള്ളയൊക്കെ കീറിയാണ് ഫ്ലൂയിഡൊക്കെ കൊടുക്കുന്നത്. സ്തോത്രം. ഇത് ഇപ്പോൾ മരിക്കും, ഇച്ചിരി കഴിഞ്ഞ് മരിക്കും, ആ രീതിയിൽ ഇങ്ങനെ പോവുക. 43-ാമത്തെ ദിവസം ഞാൻ ഐസിയുവിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ 3 കൂട്ടിരിപ്പുകാരുണ്ട്. 3 പേരും 3 വശത്തിരുന്ന് ഉറങ്ങിപ്പോയി. ഇത്രയും ദിവസങ്ങളൊക്കെ ആയല്ലേ, ക്ഷീണിച്ചുറങ്ങിപ്പോയി. സ്റ്റാൻഡിലൂടെ ഉറുമ്പിറങ്ങി ഈ കുഞ്ഞിനെ ഉറുമ്പരിച്ച് ഇത് മരിച്ചു കിടക്കുകയാണ്. ഞാൻ ഡോക്ടറെ വിളിച്ചു, ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചു. സ്തോത്രം, ഡോക്ടറെ, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞ്, സ്തോത്രം, അതിന് അനക്കൊന്നുമില്ല. ഡോക്ടർ നോക്കി, കാലിൽ തൂക്കിയെടുത്തു. ഇങ്ങനെ 2 കാലിൽ പിടിച്ച് തൂക്കിയെടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് പറഞ്ഞു, സ്തോത്രം, ഇത് ചത്തുപോയി, ഇത് മരിച്ചുപോയി. അദ്ദേഹം അതിനെ എടുത്തൊരു ടേബിളിന്റെ മേലെ ഇട്ടു. സ്തോത്രം. ഞാൻ ഒന്നും മിണ്ടാതെ ഐസിയുവിൽ നിന്നും വെളിയിൽ ഇറങ്ങി വന്നു. ഐസിയിൽ നിന്ന് വരാന്തയിൽ ഇറങ്ങി വന്നു. മുറ്റത്തൊരു കൽബെഞ്ച് കിടപ്പുണ്ട്. ആ കൽബെഞ്ചിൽ എത്ര സമയം ഞാൻ ഇരുന്നു എന്നറിയില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങല്ലേ പറഞ്ഞത്, പേരിടാൻ പറഞ്ഞ നീയല്ലേ, ഹല്ലേലൂയ, പിന്നെ എന്തിനാണ് അതിനെ എടുത്തത്? പിന്നെ എന്തിനാണ് അതിനെ, സ്തോത്രം, ഹല്ലേലൂയ, പിന്നെ എന്തിനാണ് അതിനെ മരിക്കുവാൻ അനുവദിച്ചത്? 2-3 മണിക്കൂറുകൾ കടന്നുപോയി. സ്തോത്രം. എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. പക്ഷെ പുറകിൽ നിന്നൊരു തട്ട് കേട്ടു. സ്തോത്രം. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് ജീവൻ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. നമ്മുടെ കുഞ്ഞിന് ജീവൻ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ഞാൻ ഓടിച്ചെന്നു. സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നു. മാത്രമല്ല, തുള്ളിച്ചാടുന്ന ഡോക്ടറെ കണ്ടു. അവിടെ ഒരു മിറക്കിൾ സംഭവിച്ചു. ജീവൻ കിട്ടിയ മിറക്കിൾ മാത്രമല്ല, ഡോക്ടർ തുന്നിച്ചേർത്ത് വെച്ച, റബ്ബർ ബാൻഡ് ഇട്ട് ചേർത്ത് വെച്ച ഈ കുടലിലൂടെ യഥാർത്ഥമായി സ്റ്റൂൾ പോവുകയും ചെയ്തു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ബാഗിലൂടെ അല്ല, ഹല്ലേലൂയ, മനുഷ്യരാൽ സൃഷ്ടിച്ചു വെച്ച ഈ കുടലിലൂടെ യഥാർത്ഥമായ ഒരു കുഞ്ഞിന് എങ്ങനെ, സ്തോത്രം, പോവോ അങ്ങനെ മിറക്കിൾ സംഭവിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രമുണ്ട്? എത്ര പേർക്ക് സ്തുതിയുണ്ട്? എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ഏത് സംഗതി വരുമ്പോഴും നിങ്ങൾ ഡോക്ടറെ നോക്കുക, നിങ്ങൾ ഡോക്ടറെ വിശ്വസിക്കുന്നു, നിങ്ങൾ മനുഷ്യരെ വിശ്വസിക്കുന്നു, നിങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയുന്നുവെങ്കിൽ നിങ്ങൾക്കും ദൈവത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നില്ല, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ചോദിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് സ്തോത്രം അല്പ ഭയമുണ്ട്. സ്തോത്രം, എൻ്റെ ഈ മെസ്സേജ് സമയത്തിനുള്ളിൽ, ഹല്ലേലൂയ, സ്തോത്രം, തീർക്കാൻ കഴിയുമോ എന്ന്. എങ്കിലും ഞാൻ കൂടുതൽ പോകത്തില്ല. നിങ്ങൾ സമാധാനമായിട്ട് അല്പസമയം കൂടെ എനിക്ക് തരൂ. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ പറഞ്ഞു 12 വയസ്സിൽ 18 വയസ്സിലൊക്കെ ഇവക്ക് പ്രശ്നങ്ങളുണ്ടാകും. സ്തോത്രം. കാരണം ഈ കുടലിന് വളർച്ചയില്ല. ഈ കുടലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച്, സ്തോത്രം, ഹല്ലേലൂയ, മുറിഞ്ഞു പോയതാ, ജീവൻ പോയതാ, അത് ജീവിക്കത്തില്ല. സ്തോത്രം. ജീവിക്കത്തില്ലെന്ന് മനുഷ്യർ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ റബ്ബർ ബാൻഡിന് ജീവൻ വെക്കത്തില്ല. സ്തോത്രം. കുടലിന് ജീവൻ വെച്ചു, അത് വികസിച്ചു. ദൈവ സൃഷ്ടിക്ക്, സ്തോത്രം, വികാസമുണ്ടായി. എന്നാൽ മനുഷ്യ സൃഷ്ടിക്ക് വികാസം ഉണ്ടായില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒന്ന് ജനിച്ച ചെറിയ റബ്ബർ ബാൻഡിൽ നിൽക്കുന്ന, അതിലൂടെ അകത്ത് കഴിക്കുന്ന ഭക്ഷണമൊന്നും പുറത്തേക്ക് പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? 12-ാമത്തെ വയസ്സിലും 18-ാമത്തെ വയസ്സിലും 2 ഭീകരമായ അവസ്ഥകളെ ഞാൻ നേരിട്ടു. രണ്ട് ഹോസ്പിറ്റലുകളിൽ. ദൈവത്തിന് സ്തോത്രം. അവിടെ 10-18 ദിവസം എൻ്റെ മകൾക്കും ഭക്ഷണം കൊടുക്കത്തില്ല, വെള്ളം കൊടുക്കത്തില്ല. സർജറി നിശ്ചയിക്കും, പുറത്തോട്ട് സെറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഈ കുടലിലൂടെ ഇത് പോകത്തില്ല, ഇത് പുറത്ത് ബാഗ് വെക്കണം. സ്തോത്രം. പക്ഷെ ഞാൻ അതിനൊരുക്കമല്ല. എൻ്റെ യേശു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 പ്രാവശ്യവും ഞാൻ ചെന്നു, അവളോട് ചോദിച്ചു, അവൾ ഇപ്പോൾ പ്രായമുള്ള കുഞ്ഞാ, നീ വിശ്വസിക്കുന്നോ? നീ യേശുവിൽ വിശ്വസിക്കുന്നോ? ഞാൻ നിനക്ക് അവൾക്ക് ഒരു തുള്ളി വെള്ളം പോലും വായിൽ പോലും തൊടാൻ പാടില്ല.
ഞാൻ നിനക്ക് ഒരു ഡ്രോപ്പ് എണ്ണ പ്രാർത്ഥിച്ചു തരാം, നീ വിശ്വസിക്കുന്നു? സ്തോത്രം, ഹല്ലേലൂയ. 18ാമത്തെ വയസ്സിലെ കാര്യം മാത്രം ഞാൻ പറയാം. 18 ദിവസമായി ഹോസ്പിറ്റലിൽ കിടക്കുക, ഒരു തുള്ളി ജലപാനമില്ല, സ്തോത്രം, ഒരു ആഹാരമില്ല. അവൾക്ക് സ്തോത്രം ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഫിക്സ് ചെയ്തു, നാളെ കഴിഞ്ഞ് ഓപ്പറേഷൻ ആണെങ്കിൽ ഇന്ന് ദിവസം രാവിലെ, അതിന്റെ തലേ ദിവസം ദൈവം എന്നോട് പറഞ്ഞു, നീ അവൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുക. ഞാൻ ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് സ്തോത്രം ഓയിൽ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകൾക്ക് ഒരല്പം വെള്ളത്തിൽ ആരും അറിയാതെ അവളോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അവളുടെ നാക്കിൽ തൊട്ടു. മരുന്ന് വാങ്ങാനായി ഞാൻ താഴെ ലിഫ്റ്റ് ഇറങ്ങി 4ാമത്തെ നിലയില. അവിടുന്ന് താഴെ വരുമ്പോൾ എൻ്റെ മോൾ വിളിക്കുന്നു. ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറുക, എൻ്റെ മോൾ വിളിക്കുന്നു, പപ്പാ മിറക്കിൾ സംഭവിച്ചു. സ്തോത്രം. എന്താ മിറക്കിൾ? എനിക്ക് മോഷൻ പോയി. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കുടലിലൂടെ, ഹല്ലേലൂയ, എനിക്ക് മോഷൻ പോയി. അത് വലിയ അളവിലാ പോയത്. ഹല്ലേലൂയ. 18 ദിവസമായിട്ട് ഇവൾക്ക് ആഹാരമില്ല. എവിടുന്ന് പോയി ഇത്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. യേശു നിന്നെ സൗഖ്യമാക്കുന്നു. യേശു നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്തിനാ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോകുന്നേ? സ്തോത്രം, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ സ്തോത്രം നിവർത്തിയാക്കുവാൻ. അവിടെയും ഞാൻ പറഞ്ഞു, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോഴല്ല, ഈ 18 വയസ്സിലെ കാര്യമല്ല, ഈ കുഞ്ഞ് ജീവനിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ വേല ചെയ്തു കൊള്ളാം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അത് മറന്നു. ഞാൻ വലിയ ബിസിനസ് സാമ്രാജ്യം ഒരുക്കി. സ്തോത്രം. കേരള സർക്കാരുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടാക്കി. അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 941 ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഈ 941 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സ്തോത്രം മൊത്തം ടെക്സ്റ്റ് ബുക്കുകളുടെ വിതരണാവകാശം ഏറ്റെടുത്തിട്ട് ഞാൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കേരളത്തിൽ മുഴുവൻ സപ്ലൈ ചെയ്യുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളും ഞാൻ സ്തോത്രം എഡിറ്റ് ചെയ്ത പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, കേരളത്തിലായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഏർപ്പെട്ടിരിക്കുക. പെട്ടെന്നൊരു ദിവസം, സ്തോത്രം, ഹല്ലേലൂയ, ഈ മകൾക്ക് 10 മാസം പ്രായം. എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സംഭവമുണ്ട്. ഒരു ബസും ഒരു ഓട്ടോയും ഞങ്ങൾ നടുവിൽ ബൈക്കിൽ ഇത് തമ്മിൽ കൂട്ടിയിടിച്ചു. എൻ്റെ വലത് കാൽ തകർന്നു പോയി. സ്തോത്രം. 3ാമത്തേതാണ്. 1ാമത്തേത്, 2ാമത്തേത്, 3ാമത്തേത്. 3ാമത്തേതിൽ ഞാൻ വിചാരിച്ചു ഒരാഴ്ച കഴിയുമ്പോൾ റെഡിയാകും. പിന്നീട് ഞാൻ വിചാരിച്ചു 1 മാസം കഴിയുമ്പോൾ റെഡിയാകും. പിന്നീട് ഞാൻ വിചാരിച്ചു 1 വർഷം കഴിയുമ്പോൾ റെഡിയാകും. 2 വർഷമായി, 3 വർഷമായി. ഹല്ലേലൂയ, മാറിയില്ല. 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 2001 ജൂലൈ മാസം 26-ാം തീയതി വൈകുന്നേരം എൻ്റെ ശരീരമെല്ലാം സെപ്റ്റിക്സീമിയ എന്ന രോഗം ബാധിച്ച് ശരീരം മുഴുവൻ പഴുത്തുപോയി. ശരീരം മുഴുവൻ പഴുത്തിട്ട് എൻ്റെ അകത്തെ ലിവർ ഫങ്ഷൻ ഇല്ല, കിഡ്നി ഫങ്ഷൻ ഇല്ല, ഹാർട്ട് ഫങ്ഷൻ ഇല്ല. സ്തോത്രം. എല്ലാം ഫെയിലിയറാ. വൈകുന്നേരത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഒരു ഫിറ്റ്സ് വരും. ഫിറ്റ്സ് വന്നാൽ ഈ മനുഷ്യൻ മരിച്ചു പോകും. സ്തോത്രം. എനിക്കറിയാം, നിങ്ങൾക്ക് ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറയാം. ഇത് നമ്മുടെ മെയിൻ ആർട്ടറിയാണ്. ഈ കൈത്തണ്ടയിലെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ഹാർട്ടിലോട്ട് പോകുന്ന വെയിനാണ്. ഈ വെയിൻ കട്ട് ചെയ്തിട്ട് അകത്തോട്ട് ഫ്ലൂയിഡ് തരിക. സ്തോത്രം. അല്ലാതെ ശരീരം മെഡിസിൻ സ്വീകരിക്കുന്നില്ല. അകത്തേക്ക് ഫ്ലൂയിഡ് തരുന്ന വെന്റിലേറ്ററിന് സമാനമായ, അന്ന് അത്രയും വെന്റിലേറ്റർ ഒന്നും അത്രയും ഇതായിട്ടില്ല, സമാനമായ മരണകരമായ അവസ്ഥയിൽ ഞാൻ കിടക്കുക. ചീർത്ത് അനേക മനുഷ്യരുടെ ഇതിൽ, സ്തോത്രം, ഞാൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ആത്മാവിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ബോധത്തിലല്ല, എനിക്ക് അർത്ഥബോധമേ ഉള്ളൂ. ഡോക്ടറുടെ വാക്കുകൾ എൻ്റെ കാതുകൾ വീണു. ഡോക്ടറെക്കാൾ എനിക്കറിയാം, ഡോക്ടർ പറയുന്നതിനേക്കാൾ അറിയാം ഞാൻ മരിച്ചു പോകുമെന്ന്. സ്തോത്രം. അന്ന് ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ അകത്തെ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ അകത്തെ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ രോഗിയായ ഭാര്യ, എൻ്റെ രോഗിയായ മകൾ, ഇവർ അനാഥരായി പോകും. അവരെ ശുശ്രൂഷിപ്പാൻ അല്ലെങ്കിൽ അവരെ ജീവിപ്പിക്കുവാൻ വേറെ ആരുമില്ല. കർത്താവേ, എനിക്ക് ജീവൻ ആവശ്യമാണ്.
ഹല്ലേലൂയ. എനിക്ക് ജീവൻ ആവശ്യമാണ്. ഇപ്പോൾ മരിക്കുവാൻ ഞാൻ ഒരുക്കമല്ല. കർത്താവേ, എനിക്ക് അവിടുന്ന് 25 വർഷത്തെ ജീവൻ തരണം. അതിൽ കൂടുതൽ എനിക്ക് വേണ്ട. ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി, അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ കണക്ക് കൂട്ടി. 25 വയസ്സാകുമ്പോൾ എൻ്റെ മകൾക്ക് 26ാമത്തെ വയസ്സാകും. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, പിന്നീട് അവരെങ്ങനെയും അങ്ങ് ജീവിച്ചോളും, കുഴപ്പമില്ല. 25 വയസ്സ് മതി. സ്തോത്രം. 25 വർഷം. സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് രാത്രി ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ടിട്ട് ആ രാത്രിയിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഫിറ്റ്സ് വന്നു. എന്നാൽ സ്തോത്രം, ഒരൊറ്റ ദിവസത്തിൽ ദൈവം എന്നെ സൗഖ്യമാക്കി. എൻ്റെ പുറകുവശമെല്ലാം മാർക്ക് ചെയ്തിരിക്കുകയാണ്. അകത്തുനിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത്, അത് അവസാന സമയമാണ്, നിങ്ങൾക്കറിയാം. സ്തോത്രം. ആ സമയത്തിൽ ദൈവം എന്നെ സൗഖ്യമാക്കി. ചുരുക്കി പറയുക, ഒരു ദേശം മുഴുവൻ എൻ്റെ ശവോടക്ക്, എൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്കായി, കാരണം എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടു. സ്തോത്രം. വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വഴിയെ മധ്യേ സ്തോത്രം മറ്റൊരു ഹോസ്പിറ്റലിൽ കയറുന്ന അവിടെ വെച്ച് ഡോക്ടർ സ്തോത്രം രക്ഷപ്പെടത്തില്ല എന്ന് പൂർണ്ണമായിട്ട് വിധി എഴുതുകയും, ഹല്ലേലൂയ, അത് ആ ഡോക്ടറേക്കാൾ നന്നായിട്ട് എനിക്കറിയുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ദൈവം എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു സ്തോത്രമുണ്ട്? നിങ്ങളുണ്ടോ ഇവിടെ? ഹല്ലേലൂയ. ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്തിനാ ഒരു മനുഷ്യന് ഇത്രയേറെ പ്രശ്നങ്ങൾ? നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര വലുതാണോ അത്രയധികം നിന്നെ ഉപയോഗിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷകൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ വഴിയിൽ പോയാൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആരെങ്കിലും പ്രാർത്ഥന കേൾക്കൂ, നീ പോക, ഞാൻ എൻ്റെ വചനത്തെ നിന്റെ വായിലാക്കിയിരിക്കും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നത് ഞാൻ കണ്ടു. ക്യാൻസർ പേഷ്യൻസ് സൗഖ്യമാകുന്നത് ഞാൻ കണ്ടു. അനേകായിരങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇന്നും ലൈവിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സൂം മീറ്റിങ്ങുകൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നതും മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നതും അനേകർ സാക്ഷികളായി ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എണ്ണപ്പെട്ട അടയാളങ്ങൾ ലൈവിൽ തന്നെ ഇങ്ങനെ ഹല്ലേലൂയ സൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നത് ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാ. ഞാനല്ലത് ചെയ്യുന്നത്, എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ അത്ഭുതത്തോടെ അത് പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ബിജൂഷ്, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അത്ഭുതാപകമായ സ്തോത്രം ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നാവിനെ, അല്ലെങ്കിൽ നിന്റെ വായെ നീ വിസ്താരത്തിൽ തുറക്കുക. സ്തോത്രം. ഞാൻ എൻ്റെ വചനത്തെ നിന്റെ നാവിന്മേൽ നിറയ്ക്കും. ഹല്ലേലൂയ. ഇത് പറയുന്ന സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ ദൈവിക ശുശ്രൂഷയിൽ വന്നു, എങ്ങനെ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ സ്തോത്രം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, ഇതൊക്കെ സ്തോത്രം അടുത്തൊരു വലിയ ചരിത്രമാണ്. ഹല്ലേലൂയ. അതൊന്നും പറയുവാൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ സമയമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും പാസ്റ്ററുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു. ഹല്ലേലൂയ. ഇവിടുന്ന് ദൈവവേലയ്ക്കൊക്കെ ഞാൻ വന്നു. അത് മറ്റു ഭയങ്കരമായ പ്രതിസന്ധികളിലൂടെ. അടുത്തത് എന്നെ കാത്തിരുന്നത് സ്ട്രോക്ക് ആയിരുന്നു. ഹല്ലേലൂയ. സ്ട്രോക്ക് എന്ന രോഗത്തിൽ ഞാൻ സ്തോത്രം കർത്താവിന്റെ വേലയ്ക്കൊക്കെ സമർപ്പിച്ചു. ചെന്നൈ പട്ടണത്തിൽ വന്ന് കർത്താവിന്റെ വേലയ്ക്കായി എല്ലാം സമർപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 2 തരത്തിൽ പ്രതിസന്ധികൾ വരും. ഒന്ന്, ഇരമ്യാവിനോട് പറഞ്ഞു തന്നെ, നിന്നെ ഞാൻ വിളിച്ചത് എന്തിനാ? സ്തോത്രം പൊളിക്കാനും, ഹല്ലേലൂയ ഇടിക്കാനും, സ്തോത്രം ഹല്ലേലൂയ നിർമൂലമാക്കാനും, സ്തോത്രം പിന്നെയോ പണിയാനും, ഹല്ലേലൂയ സ്തോത്രം പുതുക്കാനും പണിയാനും, ഹല്ലേലൂയ നടുവാനും ഒക്കെ നിന്നെ വിളിച്ചത്. ആദ്യത്തതെല്ലാം തകർച്ചയ്ക്കായിട്ടുള്ള നിന്നെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പദ്ധതികളാണെങ്കിൽ, 2ാം ഭാഗം എന്ന് പറയുന്നത് നിന്നെ ദൈവം ഉപയോഗിക്കുന്നതാണ്. ഹല്ലേലൂയ. സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാ. ആകെ ഒരു കൈ മാത്രമേ പൊങ്ങത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം ഒരു ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി എന്നെ സമർപ്പിച്ചു. 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു കൈ മാത്രമേ പൊങ്ങൂ. സ്തോത്രം. പാരലൈസ്ഡ് ആയിപ്പോയി, ഇടതുവശം പാരലൈസ്ഡ് ആയിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം. ഈ കിടക്കുമ്പോൾ സ്തോത്രം എൻ്റെ ഉള്ളത്തിൽ വാഞ്ചയാണ്, എനിക്ക് ദൈവത്തെ ആരാധിക്കണം, എനിക്ക് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ഒരു വിധത്തിൽ എൻ്റെ ഭാര്യയുടെ സഹായത്തോടെ
താമസിക്കുന്ന കൊച്ചു വീട്ടിലെ സ്തോത്രം ഹല്ലേലൂയ, ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരാൻ അവസരം എനിക്ക് ദൈവം തന്നാൽ ഞാൻ അന്ന് ഈ ഭാഗങ്ങൾ വിശദമായി സംസാരിക്കാം. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. തിരുവചനം ഇല്ലാതെ ഹല്ലേലൂയ സ്തോത്ര സാക്ഷ്യത്തിന് പ്രസക്തിയില്ല. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. തിരുവചനം, ഞാൻ സംസാരിച്ച തിരുവചനം ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് അത്ഭുതകരമായ ദൈവശക്തിയുടെ ദിവസമാണ്. ഒന്നും അവസാനമല്ല. അവിടുന്ന് സ്തോത്രം ഹല്ലേലൂയ ഒരു ദിവസം സഭയിൽ വന്നിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നെ പല്ലും താങ്ങിയെടുത്ത് സഭയിൽ കൊണ്ടിരുത്തുക. സ്തോത്രം. ഈ സാക്ഷ്യം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഹല്ലേലൂയ ദൈവം അനുവദിക്കുന്ന പക്ഷം സ്തോത്രം ഹല്ലേലൂയ വിശദമായി സംസാരിച്ചു. സ്തോത്രം. ഒരു ദൈവദാസൻ കുറച്ചുകൂടെ സമയം എടുക്കാം പാസ്റ്ററെ. ഹല്ലേലൂയ. അല്പസമയം കൂടെ എടുത്തോട്ടെ. എടുക്കാം. സ്തോത്രം ഹല്ലേലൂയ. എനിക്കറിയാം ശുശ്രൂഷയുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നിങ്ങൾ കേൾക്കുന്നവർക്കായിട്ട് സ്തോത്രം, ഞാൻ അല്പം കൂടെ സ്തോത്രം ഈ രോഗത്തിൽ നിന്ന് മടങ്ങി വന്ന് സ്തോത്രം, ഞാൻ ഹല്ലേലൂയ ബിസിനസ് സാമ്രാജ്യം എല്ലാം തകർന്നു. സ്തോത്രം. അവിടുന്ന് ഒരു ദിവസം എൻ്റെ എല്ലാ ബിസിനസ്സും നഷ്ടപ്പെട്ടു പോയി. വലിയ ബിസിനസ് ആയിരുന്നു. 2006 അവസാനമായപ്പോൾ കേരളത്തിൽ അച്യുതാനന്ദൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എൻ്റെ ഗവൺമെന്റ് ടൈപ്പ് എല്ലാം നഷ്ടമായി. ഞാൻ വലിയ പരാജയം അനുഭവിച്ചു. കോൺഗ്രസ് സർക്കാരായിരുന്നപ്പോൾ നാലകത്ത് സുപ്പിയവും ഹല്ലേലൂയ ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് അവരുമായിട്ടുള്ള ടൈപ്പിലാണ് എനിക്ക് കേരളത്തിലെ സ്കൂളുകളിലെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ലഭിച്ചത്. സ്തോത്രം. എൻ്റെ ബിസിനസ് എല്ലാം പരാജയപ്പെട്ടു. അവിടുന്ന് ഞങ്ങൾ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുക. ഒരാഴ്ച എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വന്നു നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഒന്ന് ആശ്വസിക്കാമെന്ന് വിചാരിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുഞ്ഞുങ്ങളും, കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഒരു മോൾ 2ാം ക്ലാസ്, ഇനി അടുത്ത 2ാം ക്ലാസ്സിലാണ്, അടുത്തവൾ 6ാം ക്ലാസ്സിലേക്കാണ്. ഞങ്ങൾ യാത്ര ചെയ്തു. ഇന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. ഹല്ലേലൂയ. കാരണം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ചെന്നൈയിൽ വന്നു. എൻ്റെ സഹോദരിയോടും കുടുംബത്തോടും കൂടെ ഒരാഴ്ച താമസിച്ചു. ഒരാഴ്ച താമസിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം, അവിടുത്തെ ഉള്ളവർക്കൊക്കെ അറിയാം സ്തോത്രം, ചെന്നൈ സിറ്റിക്കകത്തൊന്നും വീട് കിട്ടുകയില്ല. അധികം ആളുകളായി കഴിഞ്ഞാൽ അവരവിടെ സമ്മതിക്കുകയില്ല. സ്തോത്രം. ഞങ്ങൾ അവരുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുത്തു. ഒരു പ്രാർത്ഥനയും ആരും നിസ്സാരമായി കാണരുത്. ഒരു വചന ശുശ്രൂഷയും ആരും നിസ്സാരമായി കാണരുത്. സ്തോത്രം. അന്നായിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുന്നത്. മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ 21 അവിടെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്തോത്രം വീണ്ടും എനിക്ക് പ്രാർത്ഥനകൾ വേണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുകയും ഞാൻ സ്തോത്രം തുടർന്ന് അവിടെ നിൽക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവസാനം തീരുമാനത്തിലെടുത്തു, ഇനി ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയ്ക്കായിട്ടാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ മടങ്ങിപ്പോകയില്ല. ഞങ്ങൾക്ക് സ്തോത്രം ഇനി ഒന്നും വേണ്ട. ഇനി സ്തോത്രം ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്, ഞങ്ങൾക്ക് മരിക്കുന്നത് ലാഭം എന്ന് തീരുമാനിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു. ഒരു വർഷം മുന്നോട്ട് പോയി. 2007 ഇത് സംഭവിക്കുന്നത്. 2008 ആകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും സഭയിൽ നടക്കുക. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബ്രദറിനോട് കൂടെ ചേർന്നുകൊണ്ട് ചർച്ചിലെ അസിസ്റ്റന്റ് പാസ്റ്ററൊക്കെയാണ്. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞു വന്നു. വലിയ ആത്മസന്തോഷം പ്രാപിച്ചു. ഞങ്ങൾ ആത്മാവിൽ വലിയ സ്തോത്രം ഹല്ലേലൂയ പ്രവൃത്തികൾ ചെയ്യുന്ന വലിയ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. കഴിഞ്ഞ് മടങ്ങി വന്നു. 3 ദിവസം, 3ാമത്തെ ദിവസത്തിൽ ഉച്ചയ്ക്ക് ഞാൻ ബാത്റൂമിലേക്ക് പോകാൻ എഴുന്നേറ്റു. ബാത്റൂമിനകത്ത് കയറി പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ അതിനകത്ത് തളർന്നു വീണു. അവിടെ വെച്ച് സ്ട്രോക്ക് വന്ന് എൻ്റെ ഇടതുവശം പാരലൈസ് ആയിപ്പോയി. അവിടെ വെച്ച് എൻ്റെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു പോയി. സംസാരശേഷിയില്ല. ഹല്ലേലൂയ. വലത് കാല് തകർന്നു പോയ ആക്സിഡന്റിൽ തകർന്നു പോയതാണ്. ഇടത് കാലും അനങ്ങുകയില്ല. സ്തോത്രം. ആകെ ഒരു കൈ മാത്രമേ പൊങ്ങുകയുള്ളൂ. എന്നെ അയൽവക്കക്കാരും ചുറ്റുപാടുമുള്ളവരെല്ലാം ചേർന്ന് എന്നെ സ്തോത്രം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആരൊക്കെയോ സഹായിച്ചു. യാതൊരു മാർഗവുമില്ല. പഴയ ബിസിനസ്സോ സാമ്പത്തികമോ യാതൊന്നും കയ്യിലില്ല. ഒന്നുമില്ലാതെ ആര് സഹായിച്ചു എന്നറിയില്ല. 18 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. സ്തോത്രം. അവിടെ നിന്ന് ആ 18 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എന്നെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം മുന്നോട്ട് ചോദ്യചിഹ്നമാണ്. ഒരു കൊച്ചു വീട് കിട്ടി, ഒരു അപ്സ്റ്റെയറിന്റെ മുകളിൽ. അവിടെ നിന്ന് കിഴക്കാൻ തൂക്കായ താഴേക്ക് കിടക്കുന്ന സ്റ്റെപ്പാണ്. എൻ്റെ സ്തോത്രം. ആ വീട്ടിൽ കിടക്കുമ്പോൾ
എനിക്ക് ആരാധനയ്ക്കായി പോകണം. ആരാധനയ്ക്ക് പോയേ മതിയാകുള്ളൂ. എൻ്റെ ഉള്ളം വാഞ്ചിക്കുക. സ്തോത്രം. പതിയെ പതിയെ ഹല്ലേലൂയ ഞാൻ എൻ്റെ ഭാര്യയുടെ സഹായത്തോടെ നിവർന്നിരുന്നിട്ട് ഒരു വിധത്തിൽ നിരങ്ങി കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി. അവൾ എന്നെ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിക്കും. സ്തോത്രം. അവിടുന്ന് നിരങ്ങി ഈ സ്റ്റെപ്പുകൾ വഴി നിരങ്ങി താഴെ എത്തിയാൽ അവിടെ 2-3 സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞ് അവർ വരും. അവർ വന്ന് എന്നെ താങ്ങിയെടുത്ത് ഓട്ടോറിക്ഷയിൽ ഇരുത്തി ചർച്ചിൽ കൊണ്ടുപോകും. ചർച്ച് 4-ാം നിലയിലാണ്. അവരെന്നെ സ്തോത്രം എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ ഇങ്ങനെ താങ്ങി കയ്യിൽ കോരിയെടുത്ത് 4-ാമത്തെ നിലയിൽ കൊണ്ടുവന്ന് ഏറ്റവും ഫ്രണ്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, കസേരയിൽ ഞാൻ ഇങ്ങനെ ചാരി ഇരിക്കും. സ്തോത്രം. ഇങ്ങനെ ചില മാസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ദിവസം സ്തോത്രം ഒരു ദൈവത്തിന്റെ ഭൃത്യൻ ആ സഭയിൽ വന്നു, ചർച്ചിൽ വന്നു. അദ്ദേഹം താമസിച്ച വന്നേ. അദ്ദേഹം എവിടുന്ന വന്നെന്ന് ആർക്കും അറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിന് വന്നതല്ലേ 10 മിനിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് സ്തോത്രം 10 മിനിറ്റ് ആ മനുഷ്യന് കൊടുത്തു. സംസാരിക്കാൻ 10 മിനിറ്റ്, കൃത്യം 10 മിനിറ്റ് കൊടുത്തു. ആ 10 മിനിറ്റിൽ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. അദ്ദേഹം നോക്കുന്നത്, അദ്ദേഹത്തിന് അറിയില്ല, എന്നെ അറിയില്ല, ആ സഭയിലെ ആരെയും ഒന്നും അറിയില്ല. ഞാൻ ഈ രോഗിയാണെന്നോ സ്തോത്രം ഞാൻ നടക്കാൻ കഴിയാത്ത ആളാണെന്നോ വഴിയിൽ നടക്കുന്ന ആളെ എൻ്റെ വടി മാറ്റി വെച്ചിരിക്കുക, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി, ഹല്ലേലൂയ ഈ ഇരിക്കുന്ന മനുഷ്യനില്ലേ, ഈ ഇരിക്കുന്ന മനുഷ്യന് വേണ്ടി ഹല്ലേലൂയ ലോകരാജ്യങ്ങൾ കാത്തിരിക്കുകയാ. ഈ മനുഷ്യന് വേണ്ടി ഹല്ലേലൂയ സ്വർഗം വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാ. അദ്ദേഹം വിശാലമായി ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എയർപോർട്ടുകളിൽ ആളുകൾ കൂടി നിൽക്കുന്നത് ഞാൻ കാണുന്നു, ആത്മാവിൽ ഞാൻ കാണുകയാണ്. അനേകർ കൂടി നിൽക്കുകയാണ്. സ്തോത്രം. അവിടേക്ക് ഈ മനുഷ്യൻ ഇതാ ചെല്ലുകയാണ്. സ്തോത്രം. അദ്ദേഹത്തിന് 10 മിനിറ്റ് 15 മിനിറ്റോളമുള്ള പ്രവചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ സഭയിലിരുന്ന് എല്ലാവരും ഒട്ടഹസിച്ച് ചിരിച്ചു. സ്തോത്രം. പാസ്റ്ററുടെ പ്രവചനം പൊളിഞ്ഞു പോയി. പാസ്റ്ററുടെ പ്രവചനം പറഞ്ഞാട്ട് സ്തോത്രം. പാസ്റ്റർ പ്രവചനമാണെങ്കിൽ പൊളിഞ്ഞു പോവും, ദൈവമാണ് പറയുന്നതെങ്കിൽ പൊളിഞ്ഞു പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്തോത്രം പറ. ദൈവത്തിന്റെ വചനത്തെ നിസ്സാരമായി കാണരുത്. സ്തോത്രം പറ. ഹല്ലേലൂയ. അന്ന് ആ സഭയിൽ എല്ലാവരും പരിഹസിച്ച് ചിരിച്ചപ്പോൾ ഒരാൾ മാത്രം വിശ്വസിച്ചു. അതാരായിരിക്കും? ഈ പാപപ്പെട്ട മനുഷ്യനായ ഞാൻ വിശ്വസിച്ചു. അനവധി അനർത്ഥങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയ ദൈവം ഇവിടെ നിന്ന് വീണ്ടും നീ ഞങ്ങളെ ജീവിപ്പിക്കയില്ലയോ? ദൈവത്തിന്റെ അത്ഭുതം ഞാൻ കാണുകയില്ലയോ? സ്തോത്രം. ആ മനുഷ്യനെ എല്ലാവരും പരിഹസിച്ച് അദ്ദേഹം സമയത്തിന് മുമ്പേ അവിടുന്ന് ഒന്നും ആരോടും പറയാതെ ഇറങ്ങിപ്പോയി. എന്നാൽ ഈ പ്രവചനം എന്നെ ആകെ ഉലച്ചു. നിങ്ങൾക്കറിയാമോ, ഇദ്ദേഹം പറയുമ്പോൾ എനിക്കൊരു പാസ്പോർട്ട് ഇല്ല, പാസ്പോർട്ട് കിട്ടാൻ സാധ്യതയുമില്ല, അതിനാവശ്യമായ ഡോക്യുമെന്റ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നിന്ന് പിന്നങ്ങോട്ട് നടന്ന ചരിത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമായി എനിക്ക് കുവൈറ്റിൽ പോകുവാനുള്ള അവസരം വരികയാണ് 3 മാസങ്ങൾ തികയുമ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വിസ എടുത്തു. എനിക്കൊരു മർത്തോമക്കാരുടെ ഇടയിൽ സ്തോത്രം അപ്പോഴേക്കും ഞാൻ ചെറിയ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ ആരംഭിച്ചു. ആ വീട്ടിൽ വരുന്നവർ സ്തോത്രം ഹല്ലേലൂയ അവർ സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേകർ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സ്തോത്രം. ഞാൻ കുവൈറ്റിൽ പോവുകയാ. ആദ്യമായി കുവൈറ്റിൽ പോകുവാൻ സ്തോത്രം അത്ഭുതകരമായി എനിക്ക് പാസ്പോർട്ട് ലഭിച്ചു. സ്തോത്രം. ബാങ്ക് അക്കൗണ്ട് ലഭിച്ചു, എനിക്ക് റേഷൻ കാർഡ് ലഭിച്ചു. ഇതൊക്കെ മിറക്കിൾസിന്മേൽ മിറക്കിളാ. ദൈവം നിയമങ്ങൾ മാറ്റി എഴുതി. ഇരമ്യാവിന്റെ ജീവിതത്തെ മാറ്റി എഴുതിയതുപോലെ ദൈവം നിയമങ്ങളെ മാറ്റി എഴുതി. ഇനി ഞാൻ കുവൈറ്റിലേക്ക് പോകുന്ന കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ആദ്യമായി ശുശ്രൂഷയ്ക്കായി കുവൈറ്റിലേക്ക് പോവുക. വീൽ ചെയറില്ല. സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിലൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അനേകം സ്തോത്രം. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങളൊക്കെ അറിയുന്നവർ എൻ്റെ നടുവിലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വീൽ ചെയറിലിരുന്ന് സ്തോത്രം എന്നെ ചെന്നൈ എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുക. ഞാൻ വീട്ടിലെ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ ആ എയർപോർട്ട് മാനേജറുടെ നേരിട്ട് പരിചയമുള്ള കരുണാനിധിയുടെ കുടുംബത്തോട് വളരെ അടുത്ത് സ്തോത്രം അദ്ദേഹത്തിന്റെ അന്ന് കരുണാനിധിയാണ് അവിടെ ഭരിക്കുന്നത്.
ഒരു സ്തോത്രം ആന്റി ഉണ്ടായിരുന്നു. അവർ സ്തോത്രം എയർപോർട്ട്, ഞാൻ കുവൈറ്റിൽ പോകുന്ന അറിഞ്ഞിട്ട് അവർ എയർപോർട്ട് മാനേജറെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ സ്തോത്രം, അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ കുവൈറ്റിൽ പോകാനായിട്ട് വരിക, അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് സ്തോത്രം, വീൽ ചെയർ മുതൽ അങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ചെല്ലുകയാണ് സ്തോത്രം. ചെല്ലുമ്പോൾ 2 പേർ വന്നു. ഹല്ലേലൂയ. എന്നെ ഒരു വീൽ ചെയറിലിരുത്തി, എന്നെ വിമാനത്തിനകത്ത് കൊണ്ടുവന്നു, എന്നെ അവിടെ ഇരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവര് പോയി. വിമാനം കുവൈറ്റിൽ ചെന്നു. അപ്പോൾ അനൗൺസ്മെന്റ് വന്നു, ഇതിനകത്ത് സജികുമാർ എന്ന വ്യക്തിയുണ്ട്, അദ്ദേഹം പുറത്തിറങ്ങണ്ട, അവിടെ തന്നെ സീറ്റിൽ തന്നെ ഇരിക്കുക. സ്തോത്രം. ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിമാനത്തിന്റെ വലത് ഡോർ തുറക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വിമാനയാത്ര ചെയ്യുന്നവർക്ക് അറിയാം, വലത് ഡോർ തുറക്കത്തില്ല. സ്തോത്രം. ഏത് ഡോറേ തുറക്കത്തുള്ളൂ? സ്തോത്രം. ഇടത് വശത്തെ ഡോർ മാത്രമേ തുറക്കത്തുള്ളൂ യാത്രക്കാർക്ക് ഇറങ്ങിപ്പോകാൻ. ഹല്ലേലൂയ. അവിടേക്ക് ഒരു ആംബുലിഫ്റ്റ് ഇങ്ങനെ പൊങ്ങി വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക. സ്തോത്രം. ഈ വീൽ ചെയർ പോയി നേരെ ആംബുലൻസിനകത്ത് കയറി. ആ ആംബുലൻസ് താഴെ ഇറങ്ങി. അവർ തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയ കൂട്ടം ജനം എന്നെ സ്വീകരിപ്പാനായി കുവൈറ്റിൽ കാത്തു നിൽക്കുകയാ. ഹല്ലേലൂയ. 3 മാസം കുവൈറ്റ് എന്ന രാജ്യത്തിൽ തലങ്ങും വിലങ്ങും ദൈവം എന്നെ ഓടിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ചെല്ലുന്നിടത്തെല്ലാം ദൈവം മിറക്കിളുകൾ മേൽ മിറക്കിളുകൾ ചെയ്യുവാൻ തുടങ്ങി. ഞാൻ അശക്തനായ മനുഷ്യനാ, എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് സംസാരിക്കാൻ പോലും ശരിയായി കഴിവില്ല. പക്ഷേ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ദൂത് പകരുക, പ്രവർത്തിക്കുന്നത് നീയല്ല, നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതമാ. ഹല്ലേലൂയ. 3 മാസം അവിടെ കഴിയുമ്പോൾ അവിടെ നിന്ന് സ്തോത്രം വീണ്ടും ദുബായിൽ നിന്ന് സ്തോത്രം വിളി വരികയാ, പാസ്റ്ററെ നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങളെ കുറിച്ച് ഞങ്ങൾ കേട്ടു, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകരുത്, നിങ്ങൾ എവിടേക്ക് വരിക. സ്തോത്രം. നിങ്ങൾക്ക് ഇതാ വിസ ഞങ്ങൾ എടുക്കുന്നു, ഇതാ നിങ്ങൾക്ക് ടിക്കറ്റ്, ഇതാ നിങ്ങൾക്ക് അക്കോമഡേഷൻ, അതിന്റെ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു, നിങ്ങൾ ഇവിടേക്ക് വരിക. സ്തോത്രം. 3 മാസം കഴിയുമ്പോൾ വീട്ടിൽ പോകാമെന്ന് കരുതിയിരുന്ന ഞാൻ സ്തോത്രം അടുത്ത ദൗത്യമായി ദുബായിൽ ചെല്ലുകയാ. ദുബായിൽ എമിറേറ്റ്സിൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ ചെന്ന് ശ്രീലങ്കൻ ഫ്ലൈറ്റിൽ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെയും ഞാൻ കണ്ടു വലിയൊരു കൂട്ടം ജനം. ഹല്ലേലൂയ. തീർന്നില്ല, അവിടെയും കഴിഞ്ഞില്ല. പിന്നെ അടുത്ത വിളി വരുന്നത് ബഹറിലേക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചിലത് ഇടിച്ചു കളഞ്ഞ് തകർത്ത് കളഞ്ഞ് ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തികൾക്കായി നമ്മെ കൊണ്ടുവരാനുള്ളതാണെങ്കിൽ അടുത്തത് അവൻ നിന്നെ ഉപയോഗിക്കുന്നതാണ്. ആ ഉപയോഗത്തിൽ സിദക്കിയാവുന്ന രാജാവും നിന്റെ അരികിൽ വരും, അവനും നിന്നോട് യാചിക്കും, തന്റെ ജീവന് വേണ്ടി നിന്നോട് യാചിക്കും. ആർ നിനക്കെതിരെ നിൽക്കുന്നോ അവൻ ഹല്ലേലൂയ നിനക്ക് അനുകൂലമായി എഴുന്നേൽക്കും. അനുകൂലമായ ചീട്ടുകളെ അവൻ മാറ്റി എഴുതും. അവൻ അത്ഭുതത്തിന്റെ ദൈവം, അവൻ വീരനാം ദൈവം, അവൻ ഹല്ലേലൂയ സ്തോത്ര സമാധാന പ്രഭു. ആ ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു, എത്ര പേർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഇന്ത്യ ഒട്ടാകെ ഹല്ലേലൂയ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലം, ഇപ്പോൾ ബാംഗ്ലൂർ എന്ന പട്ടണത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടെയും ഹല്ലേലൂയ ദൈവം അയക്കുന്നവർ, ഞാൻ ഒരിക്കലും ആരെയും തേടിപ്പോകാറില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്റെ അരികിലേക്ക് അയക്കുന്നവർ, ഹല്ലേലൂയ ദൈവം അയക്കുന്ന സ്ഥലങ്ങൾ വിവിധ അനേക ആത്മാക്കളെ ദൈവം തന്ന് ഇന്നും ഗ്രാമങ്ങളിൽ പോയി സാധാരണക്കാരായ ജനങ്ങളോട് കൂടെ അവരോടുകൂടെ ഉണ്ട് ഉറങ്ങിയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും സമയം സുദീർഘമായ ഒരു സമയമാണ്. ഈ സമയത്തോളം നിങ്ങൾ എന്നെ കേട്ടു, എന്നാൽ കേട്ടിട്ട് വെറുതെ പോകരുത്. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദൈവദാസന്റെ സാക്ഷ്യം കേട്ടു. ഈ എന്റെ ചരിത്രമല്ല, ജീവിക്കുന്ന ഒരു ദൈവം, പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആ സമാധാന പ്രഭു ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയാ. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിൽ ഹല്ലേലൂയ നിങ്ങളെ അനുഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. എത്ര പേർ റിസീവ് ചെയ്യും? എത്ര പേർ റിസീവ് ചെയ്യും? ഹല്ലേലൂയ. ചില ജീവിതങ്ങളുടെ ഹല്ലേലൂയ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ദൈവിക വാഗ്ദത്തങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ പോകുക. ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചിലർ കാണാൻ പോകുക, ചിലർ സൗഖ്യം പ്രാപിക്കാൻ പോകുക. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ ദൈവിക വിടുതൽ സംഭവിക്കുക. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ ഒരുങ്ങും? ഹല്ലേലൂയ. എത്ര പേർ സ്തുതിക്കും? ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി അടിയൻ അങ്ങയോട്
അടിയനോട് പ്രാർത്ഥിക്കുന്നു. അടിയൻ ബലഹീനനായിരുന്നു, അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. അടിയൻ ഹല്ലേലൂയ അശക്തനായിരുന്നു, അങ്ങ് ശക്തി നൽകി, അങ്ങ് വചനം നൽകി. യിരെമ്യാവിനെ പോലെ മരണച്ചീട്ടുകളെ മാറ്റി എഴുതി കർത്താവെ ഈ ജനത്തിന്റെ അരികിൽ കൊണ്ടുവന്നുവെങ്കിൽ ഈ 25 അടിയന് തന്ന 25ാമത്തെ വർഷത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ചില വ്യക്തി ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലർ രോഗസൗഖ്യം പ്രാപിക്കട്ടെ, ചിലർ ഹല്ലേലൂയ വ്യക്തിഗതമായ ഹല്ലേലൂയ വ്യക്തമായ വിടുതലുകൾ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആരും അവരോട് പേര് വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുത ശക്തി അവിടെ ഇറങ്ങി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ എന്നോട് നിലവിളിക്ക, നീ എന്നോട് സംസാരിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഈ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാക്കളെ അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. എല്ലാ കൃപകളാലും നിറച്ചതിനായി സ്തോത്രം. അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥനയും യാചനയും എണ്ണപ്പെട്ട വിടുതലുകളും ഈ ദിവസങ്ങൾ നൽകിയതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം പിതാവേ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവിക ആലോചനകൾ, സ്തോത്രം, ദൂതുകൾ, ഹല്ലേലൂയ എല്ലാം ഏറ്റെടുത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന ബഹുമാന്യ പാസ്റ്റർ വർഗീസ് അവർകളെ ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്ന അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, സഭയെ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മെലക്ഷാലവും ദിബ്ബർശാലവും സമാധാനത്തിന്റെ ദൈവം സമാധാനം കൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, 25 വർഷം ചോദിച്ചു. ആ 25ാമത്തെ വർഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.